എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ഭക്തമാനസ ഹംസിക എന്നുള്ള പേരില് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ഈ സത്സംഗം നമ്മൾ തുടരുകയാണ്. നമ്മളെ ദേവിയുടെ ഭക്തന്മാരെ കുറിച്ച്, ഭക്തന്മാരുടെ ഹൃദയത്തില് ഒരു മാനസ ഹംസത്തെ പോലെ പറന്നിറങ്ങുന്ന ദേവി, ഭക്തരുടെ ഹൃദയത്തിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ദേവി, ആ ദേവിയുടെ വിവിധ രൂപഭാവങ്ങള് അമ്മ എങ്ങനെയാണ് ഭക്തരുടെ ഹൃദയം മാനസ സരസാക്കുന്നത്, എങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് അമ്മ ഇരിക്കുന്നത്, ഇതെല്ലാമാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മൾ വളരെ വിശേഷപ്പെട്ട കുറെ ഭക്തന്മാരുടെ കഥ കേട്ടു. അപ്പൊ നമ്മൾ കേട്ടു വന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദുർഗാ പരമേശ്വരി എന്ന് പറയുന്ന സങ്കല്പമാണ്. ദുർഗയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കലിയുഗത്തിലെന്ന് നമ്മൾ കണ്ടു. കാരണം ദേവി 3 ഗുണങ്ങളുടെ മാത്രമല്ല എല്ലാ ദേവന്മാരുടെയും എല്ലാ ശക്തികളും ആയുധങ്ങളോടും കൂടി ആവിർഭവിച്ച ദേവി ആയതുകൊണ്ട് നമുക്ക് എന്ത് പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും, എന്ത് വിഷമഘട്ടങ്ങൾ ഉണ്ടെങ്കിലും തരണം ചെയ്യാൻ ദുർഗയെ സ്മൃത ഹരസി, എന്തുണ്ടെങ്കിലും നമ്മൾ തരണം ചെയ്തു പോവാൻ ദുർഗയുടെ ഒരു നാമം മതി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്, അല്ലെ? കാരണം ശിവന് പോലും ആ ഒരു സ്പന്ദിക്കാൻ പറ്റാതിരുന്ന അവസരത്തില് ദേവിയുടെ ശക്തി എല്ലാം, ദേവി എന്ന് പറഞ്ഞാൽ അത് ദുർഗയെന്നോ ലളിതയെന്നോ ഒന്നും നമ്മൾ പ്രത്യേകമല്ല, ഏത് ശക്തിയും അമ്മയുടെ വിവിധ മുഖങ്ങള് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഹംബോധമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശിവ എന്ന് പറയുന്ന ശക്തി, അല്ലെ? അപ്പോ ആ ദേവിയെ കുറിച്ച് നമ്മൾ കണ്ടു. മനോന്മണിയാണ്, ഉന്മനി, മനസ്സിനെ ഉണർത്തുന്നവളാണ്, ദ ഫസ്റ്റ് തോട്ടാണ്. അപ്പോ ഒരു നമ്മുടെ എന്താ പറയാ, ഒരു ചലനമില്ലാതിരിക്കുന്ന ഒരു സമുദ്രത്തിലെ ആദ്യത്തെ സ്പന്ദനം പോലെ ദേവി ശിവന്റെ ഉള്ളിലെ ചലനശക്തിയായിട്ട്, ആത്മശക്തിയായിട്ട് ദേവി പ്രവർത്തിക്കുന്നു കണ്ടു. ദേവിയുടെ ഈ രൂപം, അതായത് രൂപമില്ലാതെ ദേവിക്ക് കാണാം, നമുക്ക് അരൂപമായിട്ടും രൂപത്തോടും കൂടി ദേവിയെ ഭോഗശക്തിയായിട്ടും യോഗശക്തിയായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോ ആ ശക്തി തന്നെയാണ് എന്താ പറയാ, യോഗശക്തിയായിട്ട് ഭഗവാന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ദേവിയെ നമ്മൾ എന്താ പറയാ, യോഗശക്തി എന്നും, ദേവി എന്താ പറയാ ജീവിതത്തില് എല്ലാം നടത്തിത്തരാൻ വേണ്ടി നമുക്ക് വേണ്ടി ദേവി വെളിയിലെ ഗുണങ്ങളോടുകൂടി ആവിർഭവിക്കുമ്പോ അമ്മയ്ക്ക് ഭോഗശക്തിയും എന്ന പേരെന്നും കണ്ടു. ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഈ ഭോഗശക്തി അധർമ്മം നടക്കുമ്പോൾ അതിനെ എതിരിടാനായിട്ട് വീരശക്തിയായിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ ദേവിയുടെ പല ഭാവങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വീരശക്തിയായിട്ട് വന്ന ദേവികളുടെ പേരാണ് മഹാകാളി, മഹാദുർഗ, മഹാസരസ്വതി, ഇല്ലേ? നമ്മൾ ദേവി മഹാത്മ്യത്തില് 3 ചരിതങ്ങളായിട്ട് ദേവിയുടെ ദേവി എന്തൊക്കെയാണ് ചെയ്തത്, ദേവി നമുക്ക് ഭക്തർക്ക് വേണ്ടി, ഭക്തരെ സംരക്ഷിക്കാനായിട്ട് അസുര നിഗ്രഹത്തിന് വേണ്ടി എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാം എന്നുള്ളതാണ് ദേവിയുടെ എല്ലാ അവതാരത്തിലും അമ്മയുടെ ഉദ്ദേശം. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ആ ഒരു ആസുരിക ശക്തികളാണ് നമുക്ക് ദേവന്മാരാകാൻ ഇരിക്കാതെ ആ ദേവന്മാരുടെ തലത്തിലേക്ക് ഉയരാൻ നമ്മളെ വിടാതെ ഒരു ജീവനെ പല ബന്ധനങ്ങളിലാക്കുന്നത് ഈ ആസുരിക ശക്തികളാണ്. അപ്പൊ ദേവിയെ അറിയണമെങ്കിൽ, നമ്മുടെ മാനസത്തെ ഒരു നല്ല ശുദ്ധജല തടാകമാക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം? ഈ ആസുരിക ശക്തികളെല്ലാം തന്നെ, അതായത് നമ്മുടെ ഗുണങ്ങള്, ആ ഗുണങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ വരിക. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ദുർഗുണങ്ങളെയും ഇല്ലാതാക്കി നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ ദേവി തന്നെ വന്ന് സഹായിക്കുന്നു. അപ്പൊ അങ്ങനെ അതിലൂടെ നമ്മൾ ദുർഗുണങ്ങളെയും അസുരന്മാരുടെയും ഒരു നാശനം ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കുമ്പോ അമ്മ അവിടെ ഭക്തരുടെ, അമ്മയുടെ മക്കളുടെ ഹൃദയത്തിലെ ഒരു ഹംസികയായിട്ട് വരുന്നു എന്നും കണ്ടു. അപ്പൊ ശരിക്കും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക, ഈവൻ ഭഗവാൻ കൃഷ്ണൻ പോലും വിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളും ധർമ്മത്തെ പുനഃസ്ഥാപിക്കലായിരുന്നു. അതുപോലെ പ്രപഞ്ചത്തിൽ ഏത് ദേവത വരുമ്പോഴും അതിന്റെ അവതാര ഉദ്ദേശം ധർമ്മ പുനഃസ്ഥാപനം തന്നെയാണ്. ഇപ്പൊ ചോളന്മാരുടെ കാലം തുടങ്ങി, എന്താ പറയാ, ചോളന്മാരുടെ കാലം തുടങ്ങി അവർ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ വീരശക്തിയായിരിക്കുന്ന ദുർഗാദേവിയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷമാണ് അവർ യുദ്ധത്തിന് പോകുന്നത്. നമ്മൾ എല്ലാ പുരാണങ്ങളിലും കേട്ടിട്ടുണ്ട്, അല്ലെ? രാജാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ ദേവിയെ ഉപാസനയ്ക്ക് ശേഷം മാത്രം, ഈവൻ ശ്രീരാമചന്ദ്രൻ പോലും ദേവിയെ പൂജിക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ അവർക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് അവര് ദേവിയെ പൂജിക്കുന്നത്? ദേവിയെ പൂജിക്കാതെ പോയി കഴിഞ്ഞാൽ ആ തോൽവി ഉറപ്പാണ്. ദേവിയെ പൂജിച്ചിട്ട് പോകുന്നവർക്ക് വിജയം സുനിശ്ചിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അതാണ് ദുർഗാദേവി എന്ന് പറഞ്ഞ വീരദുർഗ. രാജരാജ ചോഴന്റെ ആ ഒരു തിരുവടയാർ കോവിലിൽ വാരാഹി ദേവിയാണ് ഇദ്ദേഹത്തിന് ഇഷ്ടദേവതയായിട്ട് പറയപ്പെടുന്നത്. വീരശക്തി,
അതാണ് വാരാഹി നമുക്കറിയാം അല്ലെ, സൈന്യനാഥയാണ്. അപ്പൊ ദേവിയെ ഉപാസിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പരമ്പര. പട്ടീശ്വരം എന്ന് പറയുന്ന കോവില് സാക്ഷാൽ ദുർഗാ പരമേശ്വരിക്കാണ് പ്രാധാന്യം. അപ്പൊ ദേവി വീരശക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? രാജഗുണത്തോടു കൂടി, രാജസ ഗുണം. നമുക്ക് താമസ ഗുണത്തിൽ നിന്ന് അടുത്ത സ്റ്റേജ് ആണ് അല്ലെ രാജസ ഗുണം. ഒരു കർമ്മം ചെയ്യാൻ ഉത്സുകമായിട്ടിരിക്കുന്ന സ്റ്റേജ് എന്നർത്ഥം. താമസ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാതെ തമസില് ഒരു ലതാർജിക്കായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ രാജസ ഗുണം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനും ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ടുമൊക്കെ വളരെ രാജസ ഗുണമുള്ളവർക്ക് വളരെ വളരെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഇങ്ങനെ എന്താ പറയാ, അവർക്ക് എന്തും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. വളരെ നല്ല ഗുണമാണ് രാജസ ഗുണം. അപ്പൊ അതുകൊണ്ട് ദേവി രാജസ ഗുണത്തോടു കൂടിയാണ് ദുർഗ അവിടെ വന്നിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ വീരം എന്ന് പറഞ്ഞാൽ രാജസം എന്ന് തന്നെയാണ് അർത്ഥം. രാജസം വന്നാലേ താമസത്തെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. ദേവിയുടെ 10 തൃക്കൈകൾ എന്നാല് 10 ദിക്കുകളാണ്. 8 കൈകള്, 8 ദിക്കുകള്, മുകളിലും താഴെയും എല്ലായിടത്തും ദേവി വന്ന് ആ ഒരു രാജ്ഞിയായിട്ട് ദേവിയുടെ ആ ഒരു ഭരണത്തില് ധർമ്മം വിജയിക്കുമെന്ന് പറയുന്നു. ദേവി എവിടെയുണ്ടോ അവിടെ അധർമ്മമില്ല, മാത്രമല്ല വിജയവും ഉറപ്പാണ്. അപ്പൊ ദേവിയുടെ ദൃഷ്ടി പതിയുന്നിടത്തൊക്കെ എല്ലാ ഐശ്വര്യവും വിജയവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ കണ്ടു ദേവിയെ പ്രതിഷ്ഠിക്കുന്ന ആ ഗർഭഗൃഹത്തില് പുറകില് മേളില് സദാശിവൻ എന്ന ഒരു സത്വഗുണം പ്രധാനമായിട്ടുള്ള ഒരാളിനെ നമ്മൾ കണ്ടു അല്ലെ. അപ്പോ താമസത്തിൽ നിന്നും ദേവി ജീവനെ ഉയർത്തി എന്താ ചെയ്യുന്നത്? രാജസത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നും അത് സത്വഗുണത്തിൽ എത്തിച്ചേരണം. ഇതിനെയാണ് നമ്മൾ ജീവബ്രഹ്മ ഐക്യം എന്ന് പറയുന്നത്. നമ്മൾ മൂലാധാരത്തിൽ കിടക്കുന്ന ജീവൻ സഹസ്രാരത്തിൽ ഇരിക്കുന്ന കൈലാസം. കൈലാസം എന്ന് പറഞ്ഞ ഒരു സ്ഥലമല്ല, ദാറ്റ് ഒരു സ്റ്റേറ്റ് ആണ്. നമ്മൾ കൈലാസത്തിൽ ശിവൻ ഇരിക്കുന്നു, കൈലാസം. കൈലാസം എന്ന് പറഞ്ഞാൽ ശിവശക്തിമാര് ലാസ്യ നടനമാടുന്ന സ്ഥലം എന്നാണ് കൈലാസത്തിന് അർത്ഥം. അപ്പൊ അവര് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടി നടത്തുന്ന ആ ഒരു ഐക്യാവസ്ഥ, അതിനെയാണ് നമ്മൾ കൈലാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവബ്രഹ്മ ഐക്യം, ജീവൻ സെപ്പറേറ്റഡ് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ മൂലാധാരത്തിൽ ഇരിക്കണോ അല്ലെ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നു, ശരീരത്തിൽ വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഈ താമസം എന്ന് പറയുന്ന ആ ഒരു 2 ചക്രങ്ങളാണ് നമ്മൾ മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ ശരീരത്തിൽ പറയാറുള്ളത്. ഇതിൽ നിന്ന് ജീവനെ ഉയർത്തിയിട്ട് രാജസത്തിൽ എത്തിക്കുന്നു അല്ലെ. അതാരാണ്? ഈ ദേവിയാണ്, ദുർഗയാണ്. അപ്പോ ആ രാജസത്തിൽ എത്തിക്കുന്ന അവിടെ നിന്നും പിന്നെ എന്താ വേണ്ടേ? സത്വഗുണത്തിലോട്ട് എത്തിച്ചേരുന്നത് തന്നെയാണ് ഈ മോക്ഷം എന്ന് പറയുന്ന ജീവബ്രഹ്മ ഐക്യം. അതാണ് ദുർഗാ ഭഗവതി നമുക്ക് കാണിച്ചു തരുന്ന ഈ മുക്തിയുടെ പാത. ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും പഞ്ചപ്രകൃതി ശക്തികൾ എന്ന് പറയുന്നത് ആദ്യം ആ ഒരു പ്രകൃത്യം ചെയ്തത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ കൃത്യമായത് എന്ന് പറഞ്ഞാൽ കൃതമായത്, കർമ്മമായിട്ട് വന്നത് എന്നർത്ഥം. ഈശ്വരന്റെ കർമ്മമാണ് പ്രകൃതിയുടെ നിർമ്മാണം. പ്രകൃതിയുടെ നിർമ്മാണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ശക്തി പ്രകൃതിയായി തീരുക. അതാണ് നമ്മൾ സോൾ അല്ല സെൽഫ് ആണ് എന്ന് കണ്ടത്. ഒന്ന് മറ്റൊന്നതായിട്ട് ആയിത്തീരുക. അല്ലാതെ ഒന്ന് അവിടെ ഇരുന്നിട്ട് വേറൊന്നിനെ നിർമ്മിക്കുക എന്നല്ല, ഒന്ന് തന്നെ വേറൊന്നായിട്ട് മാറിത്തീരുക. അപ്പൊ ആദ്യത്തെ പ്രകൃത്യം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ചെയ്ത കൃത്യം അല്ലെങ്കിൽ കർമ്മം എന്താണ്? അപ്പൊ ആദ്യം വന്നത് ആ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ ആണ് ശ്രീ ദുർഗ. 5 ദേവിമാരാണ് ആദ്യം വരുന്നത്. പഞ്ചകൃത്യങ്ങളാണ് അല്ലെ. ശ്രീ ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്ന പേരിലാണ് ഇവർ 5 പേര് വന്നിരിക്കുന്നതെന്ന് ദേവി ഭാഗവതം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവരിൽ നിന്നാണ് മറ്റ് ദേവികളെല്ലാം വന്നതെന്ന് ദേവി ഭാഗവതം വിവരിക്കണം. അപ്പൊ ദുർഗാദേവിയിൽ നിന്ന് ഗംഗ, ഓരോ ദേവിമാരിൽ നിന്ന് ഓരോന്നാ വരുന്നത്. അപ്പൊ ദുർഗാദേവിയിൽ നിന്ന് ഗംഗ, ലക്ഷ്മി ദേവിയിൽ നിന്ന് തുളസി ദേവി നമ്മൾ സാധാരണ കേട്ടിട്ടില്ല, പക്ഷെ ദേവി ഭാഗവതത്തിൽ അങ്ങനെ ഒരു ദേവിയെ പറയുന്നുണ്ട്. തുളസി ദേവി. സരസ്വതിയിൽ നിന്ന് മാനസ ദേവി, സാവിത്രിയിൽ നിന്ന് ഷഷ്ടി ദേവി, രാധയിൽ നിന്ന് മംഗളചണ്ഡികാ ദേവി. ഇങ്ങനെ 5 ദേവിമാര് വന്നു എന്നാ പറയുന്നത്. ഈ പഞ്ചപ്രകൃതി ശക്തികളില് ദുർഗാദേവിയാണ് എല്ലാവരും ആരാധിക്കുന്നത്. അപ്പൊ ദേവി ഓരോ സ്ഥലത്തും ഓരോ രൂപത്തില് നാമത്തില് ആ ഒരു രാക്ഷസ ശക്തികളെ, അതായത് ആ ഒരു താമസ ശക്തികളിൽ നിന്ന് രാക്ഷസന്മാരുടെ ആക്രമണം വരുമ്പോ അല്ലെ, അല്ലെങ്കിൽ ദുർജനങ്ങളുടെ ഒരു ദുർജനങ്ങൾ വർദ്ധിക്കുമ്പോ തങ്ങളുടെ ഭക്തരെ രക്ഷിക്കാൻ വാണരുളുന്നു. അപ്പൊ ധാരാളം പ്രത്യക്ഷ അനുഭവ കഥകളുണ്ട് തെളിവായിട്ട്.
കാരണം ഇത് താമസ ഗുണത്തിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ആദ്യം നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോകാൻ പറ്റൂ. താമസ ഗുണങ്ങളെല്ലാം ഇല്ലാതായി നമ്മൾ രാജസ ഗുണത്തിലോട്ട് വരണം. രാജസ ഗുണത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ സത്വഗുണത്തിലേക്ക് ഉയരുന്നത്. ഇപ്പൊ രാമായണത്തില് ഹനുമാൻ സ്വാമി ലക്ഷ്മണൻ ബോധരഹിതനായി കിടന്നപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. മൃതസഞ്ജീവനിക്ക് വേണ്ടി മരുത്വാമല കൊണ്ടുവന്നു എന്നും ഇന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവരുമ്പോ ഒരു ചെറിയ കഷ്ണം അടർന്ന് താഴെ വീണു എന്നും അതെടുക്കാനായിട്ട് ഹനുമാൻ താഴെ ഇറങ്ങിയില്ല. കാരണം അവിടെ ബോധരഹിതനായിട്ട് കിടക്കുകയാണ് ലക്ഷ്മണൻ. അല്ലെ, ഇവിടുന്ന് മരുത്വാമല കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മരുന്ന് ഏത് ചെടിയാണെന്ന് അറിയാത്തോണ്ട് മലയോടെ ഇളക്കി കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവന്നിട്ട് മരുന്നിനെ കണ്ടുപിടിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് ലക്ഷ്മണന് കൊടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹം ബോധശൂന്യനായിട്ട് കിടക്കുന്നു, അതിൽ നിന്ന് ഉണരുള്ളൂ. അതുകൊണ്ട് ഈ മരുത്വാമല പൊക്കിക്കൊണ്ട് പോയപ്പോ ആ മലയുടെ ഒരു കഷ്ണം താഴെ വീണു. പക്ഷെ ഹനുമാൻ അതിന് സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് ഇറങ്ങിയോ എടുക്കുകയോ ചെയ്തില്ല. അത് ചെറിയ ഒരു കുന്നു പോലെയാണ് ഇരിക്കുന്നത്. അത് താഴെ വീണിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ആ സ്ഥലത്ത് കോലാ മഹർഷി എന്നൊരു ഋഷിവര്യൻ വന്ന് ശിവനെ മാത്രം ചിന്തിച്ച് തപസ് ചെയ്തു എന്ന് കഥ. അപ്പൊ ശിവഭഗവാനെ തപസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഏകാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ ഈ മരുത്വാമല വളരെ വിശേഷപ്പെട്ട മലയാണ്. ധാരാളം ഔഷധ സസ്യങ്ങളൊക്കെ വളരുന്ന ഒരു മലയാണ്. അപ്പൊ അവിടെ അതിന്റെ ഒരു ഭാഗമാണ് അവിടെ വീണത്. അപ്പൊ ആ മലയിൽ വന്നിട്ട് ആ ചെറിയ കുന്ന്, അപ്പൊ ആ ഹനുമാൻ കൊണ്ടുപോയത് ഒരു വലിയ മലയുടെ ഭാഗമാണ്. ഇതൊരു നമ്മൾ ചെറുതെന്ന് പറയുന്നെങ്കിലും ഏകദേശം കുറെ സ്ഥലം വ്യാപിച്ചു കിടക്കുന്ന ഒരു കുന്നാണ്. അപ്പൊ അവിടെ വളരെ സമാധാനമായിട്ട് വന്ന് കോല മഹർഷി എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ ശിവനെ വന്ന് തപസ് ചെയ്തു. അപ്പൊ ശിവഭഗവാൻ ഈ തപസ്സിൽ വളരെയധികം സന്തുഷ്ടനായി പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോ കോല മഹർഷി ആവശ്യപ്പെട്ടത് ഭക്തർക്ക് അനുഗ്രഹം കൊടുത്ത് അവിടെ നിത്യ സാന്നിധ്യം ചെയ്യണമെന്നായിരുന്നു. അപ്പൊ ഭഗവാൻ മറുപടിയായിട്ട് ഇദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ മറുപടിയായിട്ട് സാധാരണ എല്ലാവരും തനിക്കായിട്ടാണ് എന്തെങ്കിലും ചോദിക്കുക, അല്ലെ? ഇത് ലോക നന്മയ്ക്കായിട്ട് അങ്ങ് ചോദിച്ചല്ലോ, ഈ വരം എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ തരികയാണ്. അപ്പൊ മഹർഷി പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്നതുപോലെ ഒരു തികഞ്ഞ ദേവി ഉപാസകനും കൂടെയാണ് എന്ന് പറയാണ് കോല മഹർഷി. അങ്ങ് ഇവിടെ ഇരുന്നാൽ തീർച്ചയായും അമ്പാള് ഇവിടെ വന്നു ചേരും. ദേവി വരും. ശിവനുള്ളിടത്ത് ദേവി ഇല്ലാതിരിക്കില്ല, വിഷ്ണു ഉള്ളിടത്ത് ലക്ഷ്മി ഉണ്ടായിരിക്കും, അല്ലെ? അതുപോലെ അങ്ങ് ഇവിടെ ഇരുന്നാല് തീർച്ചയായിട്ടും ദേവി വന്നു ചേരും. അപ്പൊ ഇത് കേട്ട് ശിവഭഗവാൻ സന്തോഷത്തോടെ പറഞ്ഞു, തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹപ്രകാരം ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അതിനായിട്ട് പൃഥ്വി എന്ന് പറഞ്ഞാൽ മണ്ണെടുത്തിട്ട് ഒരു പാർത്ഥിവ ലിംഗത്തെ ഉണ്ടാക്കണം. അതിനെ നന്നായി പൂജിക്കുമ്പോൾ അതിൽ ദേവിയും വന്ന് ഐക്യം പ്രാപിക്കുമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി ശിവൻ. അപ്പൊ മണ്ണെടുത്തൊരു ശിവലിംഗം ഉണ്ടാക്കാനാണ് കോലമഹർഷിയോട് ശിവൻ പറഞ്ഞത്. കാരണം മണ്ണാണ് ഏറ്റവും ഉയർന്ന ശിവലിംഗം, അല്ലെ? സ്ഫടികലിംഗം പോലെ സ്ഫടികലിംഗം എത്രത്തോളം സത്വഗുണ പ്രധാനമാണോ, ഈ ശിവലിംഗം മണ്ണെന്ന് പറഞ്ഞ 5 ഗുണങ്ങൾ ചേർന്നാണ്. പഞ്ചീകരിക്കപ്പെട്ട പ്രകൃതിയിൽ 5 എലിമെന്റ്സ് ചേർന്നതാണ്. അതായത് ആകാശം, വായു, അഗ്നി, ജലം, അല്ലെ? പൃഥ്വി. അപ്പൊ എല്ലാ ഗുണങ്ങളും ചേർന്നാണ്. അപ്പൊ ആ ശിവലിംഗം എന്ന് പറയുന്നത് ഒരു ഗുണവും ഇല്ലാത്ത ആള് പഞ്ചഗുണങ്ങളോട് കൂടി ചേർന്നിരിക്കണമെന്നാണ് അതിനർത്ഥം. അതിൽ നിന്ന് അതിക്രമിക്കുക. ശിവലിംഗത്തെ പൂജിക്കുന്ന എന്തിനാ? ഒരു ജീവൻ ശിവനായിട്ട് മാറാനാണ്, അല്ലെ? അപ്പൊ ഒരു പാർത്ഥിവ ലിംഗം ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ പറഞ്ഞു. അപ്പൊ അതിനെ നന്നായിട്ട് നീ പൂജിക്കുമ്പോ എന്താ പറയാ, ദേവി വരും, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ശിവൻ അപ്രത്യക്ഷമാവുകയാണ്. കോലമഹർഷി അങ്ങനെ എന്താ പറയാ, അവിടെ മണ്ണെടുത്തിട്ട്, ഈ പറയുന്ന മരുത്വാമലയിൽ നിന്ന് വീണ അതിൽ നിന്നുള്ള മണ്ണെടുത്തിട്ട് ആ സ്ഥലത്ത്, അതായത് ആ കോലാപുരി എന്ന പേര്, കോലമഹർഷി ഇരുന്ന് തപസ് ചെയ്തത് കൊണ്ടാണ് ആ സ്ഥലത്തിന് കോലാപുരി എന്ന പേര് വന്നത്. അപ്പോ ഒരു ശിവലിംഗം ഉണ്ടാക്കി ആ പാർത്ഥിവ ലിംഗത്തില് സർവ്വ ഐശ്വര്യങ്ങളും കൂടി എന്താ പറയാ, പൂജ തുടങ്ങി. ശിവൻ വന്നിരിക്കുന്നിടത്ത് ഐശ്വര്യം സാധാരണ ദേവി തന്നെയാണ്, അല്ലെ? അങ്ങനെ അനേക വർഷങ്ങള് അദ്ദേഹം പൂജ ചെയ്തുവെന്നും അവിടെ ശിവന്റെ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടായി എന്നും താമസിയാതെ തന്നെ ജഗദംബികയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയും അവിടെ വന്നു ചേർന്നു. അങ്ങനെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നപ്പോ അതിനടുത്തായിട്ടൊരു അസുരൻ തപസ്സിനായിട്ട് വന്നു. ഈ കോലാപുരി എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിനടുത്തായിട്ട്. കാരണം അവർക്കറിയാം മുനിമാര് തപസ് ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് ശക്തി കൂടും, അല്ലെ? അപ്പോ എന്താണ് ശക്തി കൂടുന്നത്? അവരുടെ തപോബലം കൊണ്ട് അവിടെ തീർച്ചയായിട്ടും ഈശ്വര സാന്നിധ്യം ഉണ്ടാകും. ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നിടത്ത് പെട്ടെന്ന് ഭഗവാൻ പ്രത്യക്ഷപ്പെടും, ഇവർക്ക് അനുഗ്രഹം കിട്ടും എന്നറിയാം. എവിടെയാണോ പോസിറ്റീവായിട്ടുള്ള തരംഗങ്ങൾ ഉള്ളത് അവിടെ ഈശ്വര സാന്നിധ്യം പെട്ടെന്നുണ്ടാകും. നമ്മളൊരു നെഗറ്റീവ് സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ തപസ് ചെയ്ത് അവിടുത്തെ നെഗറ്റിവിറ്റി മാറ്റിയതിനു ശേഷം ചെയ്യാനിരുന്ന ഒരുപാട് കാലം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ
ആ ഒരു കോസ്മിക് തരംഗങ്ങള്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് തരംഗങ്ങൾ കൂടുതലുള്ള ക്ഷേത്രം, എല്ലായിടത്തും ക്ഷേത്രം പണിയാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഈ പറഞ്ഞ കോസ്മിക് എനർജി കൂടുതൽ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മൾ ക്ഷേത്രങ്ങൾ പണിയാനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മള് ആകാശ തത്വം, അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എനർജിയുടെ ആ ഒരു എന്താ പറയാ, കൂടുതൽ എവിടെയാണോ തരംഗങ്ങൾ അനുഭവപ്പെടുന്നത് ഭൂമിയിൽ, അവിടെയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ പണിയുക. കാരണം അവിടെ ചിലപ്പം ഈ ക്ഷേത്രങ്ങൾ പണിയുന്നതിന്റെ അടിയിൽ തന്നെ ചില സമാധികൾ കാണും. ഇതുപോലെയുള്ള ഋഷിമുനിമാരുടെ സമാധികളുടെ മേളില് ശിവലിംഗം സ്ഥാപിച്ചതിന് ശേഷം അതിന്റെ മേളില് നമ്മൾ ക്ഷേത്രങ്ങൾ പണിയാറുണ്ട്. ഒരുപാട് ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇതുപോലെ ഭക്തരുടെ, ഭോഗരുടെ, അല്ലെങ്കിൽ വ്യാഘ്രപാദരുടെ, ഒരുപാട് പേരുടെ, ഒരുപാട് മുനിമാരുടെ, ഈവൻ ട്രിവാൻഡ്രത്ത് പോലും നമ്മൾ എന്താ പറയാ, ദുർവാസാവ് മഹർഷി പറയുന്നുണ്ട്, ഈ പറഞ്ഞ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പറയുന്നുണ്ട്, ഇവിടെ എല്ലാം തന്നെ സിദ്ധന്മാരുടെ തപസ് ചെയ്ത് അവരുടെ സമാധിയാണ്. സമാധി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം പോയാലും അവരുടെ ഓരോ ശരീരത്തിലെ സെല്ലുകളിലും ഈശ്വര ശക്തി നിറഞ്ഞു നിൽക്കുന്നു. അത് പ്രകൃതിയിൽ, അതായത് ഈ മണ്ണിൽ വ്യാപിച്ച് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. അവരുടെ ഓരോ സ്പന്ദനങ്ങൾ പോലും ഈശ്വര ചൈതന്യമായിട്ട് തീരുകയാണ്. കാരണം അവർ ഈശ്വരനിൽ മാത്രം പൂർണ്ണമായിട്ട് സാക്ഷാത്കരിച്ച വ്യക്തികളാണ്. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ കോല മഹർഷി അവിടെ തപസ് ചെയ്യുന്നു എന്ന് കേട്ടിട്ട് ഇത് അറിഞ്ഞു. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഒരു അസുരൻ ഇത് അറിഞ്ഞു. അയാൾ അവിടെ വന്നിട്ട് ഈ കുന്നിന്റെ വേറൊരു സൈഡിൽ ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അങ്ങനെയാണല്ലേ, ഒരാള് ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും നടന്നു എന്ന് കേട്ടാൽ ഉടനെ തന്നെ മറ്റേയാളും അവിടെ പോകും. ഒരാൾ പോയിട്ട് വന്ന് പറയും ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, അവിടെ എന്തൊക്കെയോ മിറക്കിൾസ് ആണ്, എനിക്ക് ഈ കാര്യങ്ങൾ നടന്നു എന്ന് പറയാം. അയാളുടെ സ്വഭാവത്തിന്, അയാളുടെ കർമ്മത്തിന്റെ ഗതിക്കനുസരിച്ച് ആ ദേവതയായിരിക്കും ചിലപ്പോ അത് നടത്തിയത്. അത് നമുക്ക് ഉപകാരം. മഹാക്ഷേത്രങ്ങളെ അല്ല ഞാൻ പറയുന്നത്. മഹാക്ഷേത്രങ്ങൾ എപ്പോഴും എന്താ പറയാ, പോസിറ്റീവ് എനർജി നമുക്ക് തരുന്ന ഒരു എന്താ പറയാ വൈബ് വേറെയാണ്. അത് അങ്ങനെ അല്ലാത്ത ചില ക്ഷേത്രങ്ങൾ നമ്മൾ പറയും, അവിടെ ചെന്നിട്ട് എനിക്ക് കാര്യം നടന്നു എന്ന് കേട്ടിട്ട് കുറെ പേര് അവിടെ പോവാറുണ്ട്. നമ്മൾ എത്രയോ കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങൾ അങ്ങനെ കേൾക്കാറുണ്ട്. അപ്പൊ അവിടെ ഒരാൾക്ക് നടന്നു എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് നടക്കണമെന്നില്ല. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, നമ്മുടെ കർമ്മത്തിന്റെ ആ ഒരു, നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാസനാമയ ശരീരത്തിന്റെ കട്ടി എത്രയുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. ചിലപ്പോ ഏത് ദേവതയാണ് നമ്മള് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഉപാസിച്ചിരിക്കണം, ആ ദേവതയായിരിക്കും ചിലപ്പോ ഈ ജന്മം നമുക്ക് അറിയാതെ പോയതായിരിക്കും. അതുകൊണ്ട് ചിലർക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് കാര്യസാധ്യം ഉണ്ടാവും. അത് കേട്ട് എല്ലാരും അവിടെ വിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം അത് ഓരോരുത്തർക്കും ഓരോ സ്ഥലം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഒരാളിരുന്ന് തപസ് ചെയ്യുന്ന സ്ഥലം അതിന്റെ 4 ചുറ്റും തന്നെ, കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ വൈബ്രേഷൻ, നാമത്തിന്റെ ശക്തി നാമിയിൽ ഉണ്ടായിരിക്കും. നാമവും നാമിയും വേറെയല്ല. ഈശ്വരന്റെ ഉപാസന എന്ന് പറഞ്ഞാൽ മന്ത്രവും മന്ത്രത്തിന്റെ ഉപാസ്യ ദേവതയും വേറെയല്ല. സ്ഥിരമായിട്ട് വർഷങ്ങളോളം ഇരുന്ന് തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളിലിരിക്കുന്നത് ശരീരത്തിൽ വ്യാപിച്ച് 4 ചുറ്റും പ്രപഞ്ചത്തിൽ വ്യാപിച്ച് അവിടെ ഒരു പോസിറ്റീവ് എനർജി സ്ഥിരമായിട്ടുണ്ടായിരിക്കും. അപ്പോ എന്താ പറയാ, അതുപോലെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിസൺ ചെയ്തിട്ടാ പോകുന്നത്. അപ്പൊ അവനവന്റെ ആത്മശുദ്ധിക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പൊ ഈ അസുരൻ എന്ത് ചെയ്തു? അസുരൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലേ, വേറൊരാൾക്ക് എന്തോ നല്ലത്, അപ്പൊ മഹർഷിമാര് ചെയ്യുന്നതെല്ലാം നല്ലത്, തനിക്കെന്തോ ഒരു മോശമുണ്ടോ എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മഹർഷിയെ പോലെ ആവാനായിട്ട് അവിടെ ചെന്നിരുന്ന് തപസ് ചെയ്താല് കൂടുതൽ എനർജി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹവും അവിടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ അസുരൻ എന്ത് ചെയ്തു? അവിടെ ചെന്ന് തപസ് ചെയ്തു. മഹർഷിയെ പോലെ എന്താ പറയാ, അനേക വരങ്ങൾ വാങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അസുരനും അവിടെ പോയത്. അയാൾ എന്ത് ചെയ്തു? ഘോര തപസ് തുടങ്ങി അവിടെ. അപ്പൊ തന്റെ ആഗ്രഹങ്ങള് എല്ലാം തന്നെ അവിടെ പോകുന്നതിന് മുമ്പ് തന്റെ ഗുരുവായിരിക്കുന്ന ശുക്രാചാര്യരോട് പറഞ്ഞിരുന്നു. അല്ലെ, എന്താണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ? 3 ലോകങ്ങളും രാജാവായിട്ട് വാഴണം. എല്ലാ അസുരന്മാർക്കും ഇത് തന്നെയാണ് ആഗ്രഹം. ഇത് കേട്ട ശുക്രാചാര്യർക്ക് വളരെ സന്തോഷമായി. കാരണം ഇത്രയും ധൈര്യശാലിയായിട്ട് ഒരു ശിഷ്യൻ അല്ലെ വന്നു കഴിഞ്ഞാൽ ദേവന്മാരെ എല്ലാം നമുക്ക് പുറത്താക്കാം, അസുര ഭരണം തുടങ്ങാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ശുക്രാചാര്യര് അനുഗ്രഹിച്ചു. അപ്പോ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അസുരകുലം വർദ്ധിക്കുള്ളൂ ഇല്ലേ? അസുരകുലം എന്ന് പറഞ്ഞാല് അസുരന്മാര് വീണ്ടും വീണ്ടും ജനിച്ചു വന്നുകൊണ്ടേയിരിക്കണം. അവരുടെ തപോബലം, അതുകൊണ്ടാണ് ഈ 3 ലോകങ്ങളും അല്ലെങ്കിൽ 14 ലോകവും അവർ വാണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അസുരകുലം വളരാനായിട്ട് നിന്നെ ഞാൻ ഇത് അനുഗ്രഹിച്ചിരുന്നു. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഈശ്വര കാര്യങ്ങളും പൂർണ്ണമാവുള്ളൂ. അത് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഇല്ലാതെ നമ്മൾ മനുഷ്യരാണെങ്കിൽ പോലും ഒരു ചെറിയ കാര്യം ചെയ്താലും, എപ്പോഴാണോ ഗുരുവിനെ നമ്മൾ സ്വീകരിച്ചത്, ആ പരമ്പരയുടെ അനുഗ്രഹം 1ഉം 2ഉം പേരല്ല, കോടാനുകോടി ഗുരുക്കള് അനേക യുഗങ്ങളായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഗുരു പരമ്പര
പരമായിട്ടിരിക്കുന്ന, പരം എന്ന് പറഞ്ഞാൽ എന്താ? ബിയോണ്ട്. പര എന്ന് പറഞ്ഞാൽ എന്താ? ബിയോണ്ട് ആയിരിക്കുന്ന വസ്തു. അപ്പൊ നമ്മുടെ ഈ നാമരൂപങ്ങൾക്കപ്പുറം, നമ്മുടെ ശരീരത്തിനപ്പുറം പരയായിട്ടിരിക്കുന്ന, നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന ശക്തി ഇല്ലേ, അതിനെയാണ് നമ്മൾ പര എന്ന് പറയുന്നത്. അപ്പൊ പരം എന്ന് പറഞ്ഞാൽ ബിയോണ്ട്. അപ്പൊ ആ ശക്തി വരെ എത്തുന്ന ഗുരുക്കന്മാരാണ് മാനവിക, സിദ്ധൗക, ദിവ്യൗക ഗുരുക്കന്മാര്. പ്രപഞ്ചത്തില് നമ്മൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് പോട്ടെ, പക്ഷെ നമ്മുടെ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് നമ്മൾ ഈശ്വരനെ സമീപിക്കുമ്പോൾ ഗുരു ഉണ്ടെങ്കിൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം ഇല്ലാതെ, അതാണ് ഒരിക്കലും ഗുരുമന്ത്രം ചൊല്ലാതെ നമ്മൾ മറ്റു ദേവതയെ ഉപാസിക്കാത്തത്. കാരണം ഗുരു എന്ന് പറഞ്ഞാല് ടോട്ടാലിറ്റിയിൽ ഈശ്വരൻ തന്നെയാണ്. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല ആ സാധനയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് അസുരന്മാർക്ക് അറിയാം. അവര് ചെന്നിട്ട് ശുക്രാചാര്യന്റെ അടുത്ത് അനുവാദം ചോദിച്ചു, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി ചോദിച്ചു, അനുഗ്രഹം ചോദിച്ചു. ഇദ്ദേഹം നന്നായിട്ട് ഈ അസുരനെ അനുഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല, ആ തപസ് ചെയ്യേണ്ട രീതികളെ കുറിച്ച് മാത്രമല്ല, വളരെ വിശേഷപ്പെട്ട ഒരു മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു ശുക്രാചാര്യര്. കാരണം ഇങ്ങനെയൊക്കെയുള്ള വളരെ റയർ ആണല്ലേ, ഞാൻ പോയി തപസ് ചെയ്യാൻ പോകുന്നു, എനിക്കിത് ഇത്രയും കിട്ടിയിട്ടേ വരുള്ളൂ എന്നൊക്കെ പറയുന്നത്. അസുരകുലത്തിലാണെങ്കിലും ദേവകുലത്തിലാണെങ്കിലും ആ പെർസിവിയറൻസ് എന്ന് പറയുന്ന ആ ഒരു കഠിനമായിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു മനസ്ഥിതി, അതൊക്കെ വളരെ കുറച്ചു പേർക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കേട്ടിട്ട് ശുക്രാചാര്യർക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു നല്ല വലിയ ഒരു മന്ത്രം, അതായത് സാധാരണ ആർക്കും ഞാൻ കൊടുക്കാറില്ല, ആ മന്ത്രത്തിന്റെ പേരാണ് മഹാഭൈരവി മന്ത്രം. മഹാഭൈരവി ആയിരിക്കുന്ന ദേവിയുടെ മന്ത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ മന്ത്രം അല്ലത്. ഭൈരവി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലെ, ഭൈരവന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ. ശിവൻ മഹാഭൈരവനായിട്ടിരിക്കുമ്പോ ദേവി മഹാഭൈരവി. ഭൈരവം എന്ന് പറഞ്ഞാല് ഭൈരവം, വളരെയധികം ഉച്ചത്തിലുള്ള നാദത്തോടു കൂടിയവൻ ഭൈരവൻ, ഉറച്ചട്ടഹസിക്കുന്നവൻ അല്ലെ, ശബ്ദമുണ്ടാക്കുന്ന. രവം എന്ന് പറഞ്ഞാൽ നാദം എന്ന അർത്ഥം. അപ്പൊ ഭൈരവനെ സാധാരണ ക്ഷേത്രപാലകനായിട്ടാണ് ദേവിക്ക് കാണുക. ശിവൻ ക്ഷേത്രപാലകനായിട്ട് ദേവിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഭൈരവ സങ്കല്പം. അപ്പൊ കാശിയിൽ മാത്രമേ ഉള്ളൂ ഭൈരവന് വ്യത്യാസമുള്ളത്. അപ്പൊ ഭൈരവൻ, മഹാഭൈരവി മന്ത്രം എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തെ മുഴുവനും തന്റെ കൈക്കുള്ളില് ഒതുക്കുന്നവളാണ് ദേവി മഹാഭൈരവി. അപ്പൊ ഇദ്ദേഹം ശുക്രാചാര്യര് പറയുകയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് ഈ മഹാഭൈരവി മന്ത്രം, നീ പിന്നെ ഒരിക്കലും തോക്കില്ല. നിനക്ക് മഹാഭൈരവി മന്ത്രം എന്ന ആ ഒരു പ്രധാനപ്പെട്ട മന്ത്രം നീ എന്ത് ചെയ്യണം? നീ അതിനെ ഉപാസന ചെയ്യണം. ചുമ്മാ മന്ത്രസിദ്ധി വരില്ല. നീ അതിനെ ഉപാസന ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തണം. പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിച്ചാല് 14 ലോകങ്ങൾക്കും നീ അധിപതിയായിട്ട് തീരും എന്ന് പറയാണ്. അപ്പോ മുതൽ എന്താ പറയാ, ആ ഉള്ളിലുള്ള ആ രാക്ഷസ ശക്തികള് വിചാരങ്ങളിലൂടെ പുറത്തു വരാൻ തുടങ്ങി. കാരണം എന്താ? എല്ലാവരുടെയും അധിപതിയാകുക അല്ലെ. ആ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട്, ദേവിയാണെന്നുള്ളത് കൊടുക്കുന്ന ആളാണ്. ഇത് ഒരാൾക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ അയാളാണോ മാസ്റ്റർ, ചോദിക്കുന്നവരാണോ? നമ്മളാണ് അതിന്റെ ഉടമസ്ഥനല്ലേ. നമ്മൾ ഒരാൾ കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുന്നവര് തന്നെയാണ് എപ്പോഴും യജമാനൻ, വാങ്ങിക്കുന്ന ആള് അതിൽ താഴെയുള്ളവരാണ്. അസുരൻ വിചാരിക്കുന്ന ദേവിയുടെ അടുത്ത് എന്ന് ചോദിച്ചിട്ട് എന്താ വേണ്ടേ? ദേവിയുടെ സ്ഥാനം പോലും മാറ്റിയിട്ട് തനിക്ക് 14 ലോകങ്ങളുടെയും അധിപതിയാകണം. അപ്പൊ തന്നെ ആ ചിന്തകൾ നോക്കൂ. എപ്പോ നമ്മൾ അധികാരത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ മറന്നു. ഇത് തരുന്ന ആരാ? ഈശ്വരനാണ്. അപ്പൊ ആ ഈശ്വരനെ മറന്നുകൊണ്ട് എല്ലാത്തിന്റെയും 14 ലോകങ്ങൾക്ക് അധിപതിയാകണം. അപ്പൊ ആ ഉള്ളിലുള്ള രാക്ഷസ ശക്തികൾ അപ്പൊ തന്നെ ആ ചെറിയ ഒരു വിചാരത്തിൽ, തപസ് ചെയ്തില്ല, ദേവി പ്രത്യക്ഷപ്പെട്ടില്ല, ഒരു മന്ത്രം കിട്ടി, ഗുരു ഒരു മന്ത്രം കൊടുത്തപ്പോ തന്നെ നെഗറ്റീവ് തുടങ്ങി. കാരണം എന്താ? ഈ മന്ത്രം കൊണ്ട് ഉറപ്പാണ് എനിക്ക് കിട്ടും അല്ലെ, ഗുരു അനുഗ്രഹം ഉണ്ട് എനിക്ക്, അത് മഹാഭൈരവിയുടെ മന്ത്രം. ഇനി തപസ്സിന് ഒരു ശക്തിക്കും എന്നെ തപസ്സിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് ചോദിച്ചാല്, കാരണം ആ ഒരു എന്താ പറയാ, എന്റെ കഴിവും ഇതും ഒക്കെ കൊണ്ട് ഞാൻ ഉറപ്പായിട്ട് മേടിക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി ഈ അസുരൻ തപസ്സിന് പോവുകയാണ്. ദേവന്മാര് അസുരന്മാരെന്നൊന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനുഷ്യരാണല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ ദേവഗണം 27 നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആ നക്ഷത്രങ്ങളെ പോലും തിരിച്ചിട്ടുണ്ട്. കുറച്ച് നക്ഷത്രങ്ങള് അസുരഗണം, കുറച്ച് നക്ഷത്രങ്ങള് ദേവഗണം, കുറച്ച് നക്ഷത്രങ്ങള് മനുഷ്യഗണം. എന്തിനാണ് ഈ നക്ഷത്രങ്ങൾ? നമ്മൾ ഭൂജാതമാവുന്ന ഭൂമിയിലേക്ക് വരുമ്പോ ഏത് നക്ഷത്രമാണോ, തിഥി നക്ഷത്ര പീഠ ഗണേശ രാശി സ്വരൂപിണിയാണ് അമ്മ. അപ്പൊ അമ്മയിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഇത് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ആ ഒരു മുഹൂർത്തത്തില് അല്ലെ. ആ ഭൂമിയിൽ 24 മണിക്കൂർ എന്ന് പറയുന്നതിൽ ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ്, ഇതൊക്കെ പറയുന്നുണ്ട് ഓരോ മുഹൂർത്തങ്ങള്. അവിടെ ജനിക്കുമ്പോ അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ ചന്ദ്രന്റെ ഭാര്യമാരായിട്ടാണ്. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ചാണ് ഈ നക്ഷത്രങ്ങളെല്ലാം വരിക.
അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്ന പൂർണ്ണചന്ദ്രൻ, ആ പൂർണ്ണചന്ദ്രനിൽ നിന്ന് ക്ഷയം സംഭവിച്ച് തേഞ്ഞ് അമാവാസിയിലോട്ട് തിരിച്ചു വരുന്നു. പൂർണ്ണമായിട്ടും ചന്ദ്രൻ ഇല്ലാതായിട്ട് തീരുന്നു. വീണ്ടും അത് വർദ്ധിക്കുന്നു. ഇങ്ങനെ 15 ദിവസം കൂടുന്നതാണ് ഒരു ചാന്ദ്രമാസം എന്ന് പറയുന്ന 30 ദിവസം. ആ 30 ദിവസത്തില് ചന്ദ്രന്റെ 27 നക്ഷത്രങ്ങളും ഒന്ന് സൂര്യനും ചന്ദ്രനും 30 ഒരു ദിവസം അമാവാസി, ഒരു ദിവസം പൗർണമി, അല്ലെ? ഇപ്പൊ 28. അപ്പൊ 28 ചന്ദ്രൻ ഒരാള്, അങ്ങനെ 27 നക്ഷത്രങ്ങൾ. അതിലൊരാളാണ് ആ നക്ഷത്രങ്ങളിലെ ആ ദേവതമാരുടെ ഒരു സഹോദരിയാണ് ദാക്ഷായണി എന്ന് പറയുന്ന സതീദേവി. അപ്പൊ ഈ 27 നക്ഷത്രങ്ങളിലായിരിക്കും ഒരാളുടെ ജനനം. ഈ 27 നക്ഷത്രങ്ങളെ തന്നെ അസുരഗുണമുള്ളവര്, ദേവഗുണമുള്ളവര്, പിന്നെ മനുഷ്യ ഗുണമുള്ളവര്, ചില എന്തുകൊണ്ടാ ഈ നക്ഷത്രത്തിൽ ജനിച്ചാൽ ഈ സ്വഭാവം അവർക്ക് പ്രിഡോമിനന്റ് ആയിരിക്കും എന്ന് കാണിക്കാനാണ്. അല്ലാതെ ഇത് ഇന്ന നക്ഷത്രം, ഇന്ന അസുരന്മാര്. കാരണം ഒരു വ്യക്തി, ഒരു മനുഷ്യന് തന്നെയാണ് ചില സമയത്ത് അവര് ദേവഗുണം കാണിക്കുന്നു, ചില ദിവസം ആസുരിക ഗുണം കാണിക്കുന്നു. ഈ പറയുന്ന നമ്മുടെ ഗുണങ്ങൾക്ക്, ത്രിഗുണങ്ങൾക്ക്, സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ഓരോ വ്യക്തിയും പെരുമാറുക. സാധാരണഗതിയിൽ ദേവഗണങ്ങളിൽ ജനിച്ചവർക്ക് നല്ല സ്വഭാവം എന്ന് പറയാറുണ്ട്. അവർക്കും ചിലപ്പോൾ ആസ്വദിക്കാൻ വരാം. എന്താ നല്ലത്? എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരോടും സ്നേഹമായിട്ട് കഴിയണം. അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങൾ, ഏകദേശം 8, 9 നക്ഷത്രങ്ങൾ നമ്മൾ ദേവഗണം പറയാറുണ്ട്. അവര് കുറച്ചുകൂടെ മൈൽഡ് ആയിരിക്കും. അവർക്ക് ഈശ്വര ചിന്തകൾ കാണും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അതേസമയം അസുര ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെ ധാർഷ്ട്യം. നമ്മൾ വിചാരിച്ച കാര്യം അത് നടക്കണം. ഞാൻ പിടിച്ച കൊമ്പിനും മുയലിന് 3 കൊമ്പെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റ് ചെയ്താലും തെറ്റിൽ ഉറച്ചു നിൽക്കും, അക്സെപ്റ്റ് ചെയ്യില്ല തെറ്റാണെന്ന്. അവർക്ക് ഈശ്വര കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഭയങ്കര വിൽ പവറോട് കൂടി ചെയ്യും, അതുപോലെ തന്നെ അവർ നെഗറ്റീവും ചെയ്യും. ഇങ്ങനെ ഗുണമുള്ളവരെ നമ്മൾ അസുര ഗുണമെന്ന് പറയുന്നു. മനുഷ്യരെന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർന്നതാണ്. പകുതി ദൈവവും പകുതി ആസുരികവും ചേർന്നിട്ടുള്ളവരെയാണ് മനുഷ്യ ഗുണക്കാർ. അവര് എന്താ പറയാ, ഇങ്ങനെ ടെമ്പറമെന്റൽ ആണ്, മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ദേവഗുണമായിരിക്കും, ചിലപ്പോൾ അസുര ഗുണമായിരിക്കും, അല്ലെ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റങ്ങൾക്ക് വിധേയമായവൻ, മനസ്സുണ്ടെങ്കിലും ചിന്തിക്കാത്തവൻ. മനസ്സ് ചിന്തിക്കുന്ന ആളിനെയാണ് നമ്മൾ മനു എന്ന് പറയുക. അപ്പൊ മനസ്സുണ്ടെങ്കിലും ചിന്തിച്ച് നമ്മൾ ബുദ്ധിയെ ശരണം പ്രാപിച്ച് ഒരു ഡിസിഷൻ എടുക്കാതെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യ ഗുണങ്ങൾ. ഏകദേശം ഒരു 11 നാൾ ഉള്ളവരും 11 നാളാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ മനുഷ്യഗണത്തിൽ. അപ്പൊ നമ്മള് ഈ പറയുന്ന ജനന നക്ഷത്രം വെച്ച് പോലും നമ്മള് മനുഷ്യരെ 3 ഗുണങ്ങൾക്ക് ബേസ് ചെയ്തിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഈ തപസ്സിന്റെ ശക്തി അല്ലെങ്കിൽ കഴിവ്, ഈ ദേവന്മാര് അസുരന്മാര്, നമ്മൾ പറയുന്ന തപസ് ശക്തിയായിട്ട് ചെയ്യുന്നവര് ഈ അസുരന്മാരും ചെയ്യുന്നുണ്ട് ദേവന്മാരെ പോലെ തന്നെ. പിന്നെ എന്താ ഇവർക്ക് ഈ വ്യത്യാസം? ശരിക്കും ഒന്നിലും ഈ ഗുണങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇവരെ വേർതിരിപ്പിക്കാൻ പറ്റുക. ഇതെല്ലാം ഈ ആസുരിക ഗുണവും ദേവഗുണവും എല്ലാം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. കാരണം മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ ജീവിക്കുന്നവരെ നമ്മള് ദേവന്മാരെന്നും, ഞാൻ എന്റേത് എനിക്കുള്ളത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ നമ്മൾ അസുരന്മാരെന്നും പറയണം. പക്ഷെ ദേവന്മാരെന്ന് പറഞ്ഞാൽ 30 മുക്കോടി ദേവകൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, അല്ലെ? 33 ദേവന്മാർക്ക് ഓരോ കോടി ശിഷ്യര്. നമുക്കറിയാം 33 കോടി എന്ന് പറയുന്നത് 33 ദേവന്മാരെയാണ് നമ്മൾ പിതൃക്കൾ എന്ന് പറയുന്നത്. പിതൃമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ഏകാദശ രുദ്രന്മാര്, ദ്വാദശ ആദിത്യന്മാര്, അഷ്ടവസുക്കൾ, അല്ലെ? പിന്നെ സൂര്യൻ, ചന്ദ്രൻ എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ബോധം, ഇല്ലെങ്കിൽ അഷ്ടമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ 3 മുഖങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ 33 ദേവതകൾ. അപ്പൊ ഈ 33 ദേവതകൾക്ക് ഓരോ കോടി ശിഷ്യന്മാര് വെച്ചിട്ടാണ് ഈ പറഞ്ഞ 30 മുക്കോടി ദേവകൾ എന്ന് പറയുന്നത്. നമ്മൾ ചതുഷ്ഷഷ്ടി കോടി യോഗിനികൾ എന്ന് പറയും പോലെ ശ്രീചക്രത്തിലെ 64 യോഗിനികൾ, 64 യോഗിനികൾക്ക് അവർക്ക് ഓരോ കോടി ദേവതമാർ അവരുടെ ശിഷ്യർ. അങ്ങനെയാണ് ഈ 64 കോടി വരുന്നത്. അപ്പൊ 33 ദേവതമാർക്ക് ഓരോ കോടി വെച്ച് ശിഷ്യരെന്ന് പറഞ്ഞാൽ എന്താ? 30 മുക്കോടി. അപ്പൊ ഈ ഏകാദശ രുദ്രന്മാരും ദ്വാദശ ആദിത്യന്മാരും അഷ്ടവസുക്കളും സൂര്യനും ചന്ദ്രനും, ഇല്ലെങ്കിൽ അശ്വിനി ദേവകളെ പറയാറുണ്ട്. ഈ 33 ദേവകൾക്ക് ഇവർക്ക് ഓരോ കോടി വെച്ച് 30 മുക്കോടി ദേവന്മാർ. എന്നാൽ അസുരന്മാർ എത്രയെന്ന് സ്കന്ദപുരാണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്കന്ദപുരാണം പറയുന്നു 66,000 കോടിയാണ്. എന്താ പറയാ, ഒരു സൈഡില്, അതായത് സ്കന്ദപുരാണത്തില് ഈ 66,000 കോടി എന്ന് പറയാൻ കാരണം ഒരു സൈഡില് 30 മുക്കോടി ദേവകള്, മറ്റേ സൈഡില് 66 കോടി നിന്നാല് ശരിക്കും സ്ഥലം ഉണ്ടാവുമെന്ന് സംശയമാണ്, അല്ലെ? കാരണം സ്കന്ദന്റെ അവതാര സമയത്ത് ഈ പറയുന്ന ശൂരപത്മന്റെ ഒക്കെ കഥകൾ വരുമ്പോഴത്തേക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് പറയണു, ഇപ്പുറത്തെ സൈഡിൽ മുരുകന്റെ കൂടെ 30 മുക്കോടി ദേവകൾ അണിനിരുന്നു, എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ 66,000 കോടി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ദേവന്മാരെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, വർഗം എന്നാണ് പറയുന്നത്.
അപ്പോ വർഗം, അതായത് സ്പെസിഫൈ ചെയ്തിട്ടാ പറയുന്നത്. ആദിത്യൻ, രുദ്രൻ എന്നൊക്കെ നമ്മൾ പറയുമ്പം എന്താ പറയാ, ഇന്ന വർഗത്തിൽപ്പെട്ടവർ, ഇന്ന ആദിത്യന്മാർ, 12 ദ്വാദശ ആദിത്യന്മാർ, അവർ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്താ പറയാ, അവര് സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല, ഉയർന്ന തലത്തിലുള്ളവരാണ്. അപ്പോ ഈ അസുരന്മാർക്ക് പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക്കേഷനും ഇല്ല. കാരണം എന്താ, അത് മോശമാണ്, അത് തിന്മയാണ്. തിന്മ അധികരിച്ചവരെയാണ് നമ്മൾ അസുരന്മാരെന്ന് പറയുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ലോകത്തിൽ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മോശം കാര്യങ്ങളാണ് അധികവും, ഇല്ലേ? നമ്മുടെ പ്രപഞ്ചത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നമ്മൾ ഈക്വൽ ആണെന്ന് പറയുന്നു ഭൂമിയിൽ. കാരണം ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ മനുഷ്യ ജന്മം എടുക്കുന്നു. അതാണ് നമ്മുടെ ആസുരിക ശക്തിയും ദേവശക്തിയും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരുപോലെയാണെന്ന് പറയാൻ കാരണം. പക്ഷെ ശരിക്കും നമ്മൾ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മോശം കാര്യം എപ്പോഴും വർദ്ധിച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡില് ദേവന്മാര് 33 അവിടെ 66 കോടി എന്ന് പറയാൻ കാരണം. എപ്പോഴും ഇതിന്റെ ഇരട്ടി ആയിരിക്കും അപ്പുറത്ത്. കാരണം അസുരന്മാരെന്ന് പറഞ്ഞാല്, കാരണം അവരെ വളരെ മോശമായിട്ടാണ് വളരെ ഭൂതാകാരമായിട്ട് ദംഷ്ട്രത്തോട് കൂടിയിട്ട് വിരൂപ രൂപികളൊക്കെ ആയിട്ടാണ് നമ്മൾ അസുരന്മാരെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ദേവന്മാരെയോ സൗന്ദര്യമുള്ളവര്, നല്ല ഗുണങ്ങളോട് കൂടിയവര്, ഇല്ലേ? ഇവര് എണ്ണത്തിൽ കുറവാണെങ്കിലും എവരാണ് അസുരന്മാരെ ഇല്ലാതാക്കുന്നത്, ഇല്ലേ? നമ്മളിത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇപ്പൊ പഞ്ചപാണ്ഡവര് ഈ പറഞ്ഞ 101 പേര്, അല്ലെ? ഇത് മറ്റേ എന്താ പറയാ, ദുശാസനൻ ദുര്യോധനന്റെ ഭാഗത്ത് ഇവര് 5 പേരേ ഉള്ളൂ. ആരാ ജയിച്ചത്? 5 പേര്. അവിടെയാണ് ആ 5 പേരുള്ളിടത്താണ് സത്യവും ധർമ്മവും എല്ലാം. അപ്പൊ ആ മറ്റിടത്തെല്ലാം വളരെ ശക്തന്മാരാണ്. രാജ്യത്തിലുള്ള എല്ലാവരും, എല്ലാ പടനായകന്മാരും അവരുടെ കൂടെയായിട്ടും അവര് തോറ്റുപോയി കുരുക്ഷേത്ര യുദ്ധത്തില്. അപ്പൊ എവിടെ ദേവനും അസുരനും തമ്മിൽ വഴക്കുണ്ടാകുന്നു, അവിടെ നമുക്ക് എപ്പോഴും കാണാം ഈശ്വരൻ ആരുടെ സൈഡിലാണ്? സത്യത്തിന്റെ കൂടെ ആയിരിക്കും, അല്ലെ? ദേവന്മാരുടെ കൂടെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ 33% ആ ഒരു, ശരിക്കും പറഞ്ഞാല് ഇവയെല്ലാം തന്നെ ഒരു ഉയർന്ന ജ്യോതി സ്വരൂപങ്ങൾ എന്നർത്ഥം. 33 ദേവതകളും. ഇതിനെയാണ് നമ്മൾ പിതൃലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ 33 നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരു മാജിക്കൽ നമ്പർ ആണ്, അല്ലെ? 33, 33. നമ്മൾ പറയില്ലേ 33% ഒരു അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്തും പാസ്സാകുള്ളൂ നിയമസഭയില്. എല്ലാത്തിനും ഒരു 33%, അറ്റ്ലീസ്റ്റ് 100-ല് 33 പേരെങ്കിലും അനുകൂലമാകണം, എന്നാലേ ഒരു കാര്യം നമുക്ക് വോട്ടിട്ട് പാസ്സാക്കാൻ പറ്റൂ. അപ്പൊ ഈ അസുരന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബലശാലികളാണ്, അല്ലേ? അപ്പൊ തന്റെ ആ അസുക്കളില്, ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവരാണ്. മാത്രമല്ല അവര് തപസ് ചെയ്ത് പല വരങ്ങൾ വാങ്ങാനായിട്ട്, അത് വാങ്ങുന്നതെല്ലാം തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പോ മൈറ്റ് ഈസ് റൈറ്റ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ഇവര് എന്താ പറയാ, ഇവരുടെ എന്നാ ദേവന്മാരുടെ കാര്യം അങ്ങനെയാണോ? അല്ല, അവർക്ക് മനോബലമാണ് വേണ്ടത്, അവർക്ക് മനോബലമാണ് ഉള്ളത്. അപ്പൊ ദേവന്മാർ എന്താ കാണിച്ചു കൊടുക്കുന്നു? ഞങ്ങൾക്ക് നിങ്ങളെ പോലെ വലിയ ശരീരത്തിനൊന്നുമില്ല, ശരീരത്തിന് ബലമില്ല, പക്ഷെ മനസ്സിന് ബലമുണ്ട്. ഈ മനസ്സിന് ബലം കൊടുക്കുന്ന ആരാ? ഈശ്വരനിൽ ഇരിക്കുന്ന പരിപൂർണമായിട്ടുള്ള വിശ്വാസം. ആരാണോ ഈശ്വരനെ ശരണാഗതി ചെയ്യുന്നത്, ആരാണോ ഈശ്വരനിൽ ബലം, നമ്മുടെ മനോബലമാണ് ബാക്കി എല്ലാ ബലത്തിനേക്കാളും ഉയർന്നത്. അപ്പൊ മനസ്സിൽ വെളിച്ചമുള്ളവർക്ക് ആണ് വിജയം. ഇപ്പൊ ഈശ്വര അനുഗ്രഹം എന്ന് പറയുന്നത് അവരുടെ കൂടെയാണെന്ന് പറയാം. അതുകൊണ്ടാണ് എല്ലാ കഥകളും നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. ഈ അസുരന്മാര് വളരെ കഠിനമായിട്ട്, എന്താ പറയാ, എത്ര തപസ് ചെയ്തിട്ട് അവരും കിട്ടുന്നത്, പക്ഷെ അവര് കിട്ടുന്നതെല്ലാം തന്നെ ഇന്ദ്രിയ സുഖങ്ങൾക്കും ശരീരത്തിന്റെ ഭോഗത്തിനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ദേവന്മാര് മോക്ഷത്തിനും ഇന്ദ്രിയ സാക്ഷാത്കാരത്തിനും അവർ ഒരിക്കലും ഉപയോഗിക്കാറില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ്, പ്രപഞ്ചത്തിന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ അസുരൻ എന്ത് ചെയ്തു? ശുക്രാചാര്യരുടെ അനുഗ്രഹമൊക്കെ കൂടെ എന്താ കിട്ടിയിരിക്കുന്നത്? മഹാഭൈരവി ഉപാസന തുടങ്ങുകയാണ്. കാരണം ഈ വളരെ കഠിനമാണ് ഭൈരവി ഉപാസന എന്നൊക്കെ പറഞ്ഞാൽ, ചിന്നമസ്തയൊക്കെ പോലെ തന്നെ ദശമഹാവിദ്യകളിൽ ഏറ്റവും ഉയർന്ന തലമാണ് ഭൈരവി, ചിന്നമസ്ത, ധൂമാവതിയൊക്കെ. അപ്പൊ വളരെ കഠിനമായിരിക്കുന്ന ആ ഒരു മഹാഭൈരവി ഉപാസനയാണ് ചെയ്തത്. അപ്പൊ ഇവർക്ക് വരം കിട്ടി. ഇപ്പൊ ഈ എന്താ പറയാ, എത്രത്തോളം കഠിനമായിട്ട് തപസ് ചെയ്യുന്ന ഒരു ദേവത എത്രത്തോളം അപ്രാപ്യമാണോ അത്രയും കഷ്ടപ്പാടാണ് നമുക്ക് തപസ് ചെയ്യാനും, ഇല്ലേ? ആ ദേവി പ്രത്യക്ഷപ്പെടുത്താൻ വലിയ പാടാണ്. അപ്പൊ പിന്നെ എന്താ, അവര് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തന്നെ നിയന്ത്രിക്കാൻ അറിയാതെ എന്തും കാണിച്ചു കൂട്ടും. അവർക്ക് ആ ബലം അത്രയാണ്. ദേവി വന്നൊരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഇവരെ പിടിച്ചാൽ കിട്ടില്ല. ഇവർ 14 ലോകങ്ങളും അപ്പൊ തന്നെ തവിടുപൊടിയാക്കും. കാരണം അത്രയ്ക്ക് ബലമുള്ള ഒരു മന്ത്രം, അത്രയ്ക്ക് ഒരു ദേവി, അത്രയും ശക്തിയായിട്ടിരിക്കുന്ന, ഭുവനേശ്വരിയായിരിക്കുന്ന, ഭൈരവിയായിരിക്കുന്ന അമ്മയാണ് അദ്ദേഹം ഉപാസിച്ചത്. അപ്പൊ പിന്നെ എന്താ, ആ എന്താ പറയാ, അവര് കാണിച്ച്, ഇപ്പൊ ദേവി വന്നു തപസ്സിന്റെ ഫലം കൊടുത്തേ പറ്റൂ, അനുഗ്രഹം കൊടുക്കും, ഇല്ലേ? കൊടുത്തു കഴിഞ്ഞാലോ ഉടനെ അവർ ചെയ്യുന്ന മറ്റുള്ളവരെ ദ്രോഹിപ്പിക്കുക, ദുഃഖിപ്പിക്കുക, അവരുടെ ശാപം മേടിക്കുക.
എപ്പോഴും ശാപം നമുക്ക് അനുഗ്രഹമാണോ? അനുഗ്രഹമാണ് നമുക്ക് നല്ലത് ചെയ്യുക അല്ലെ? ശാപം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ് ശാപം. നമ്മളെ വാഗൊണ്ട് അക്ഷരങ്ങളായിട്ട് വൈഖരിയായിട്ടൊന്നും പറയണമെന്നില്ല. നമ്മളെ ദുഃഖിപ്പിക്കുമ്പോൾ വെറുതെ എന്താ പറയുക, ദേവി ഉപാസന ചെയ്ത് അല്ലെങ്കിൽ അമ്മയെ വളരെ എന്താ പറയുക ലളിതമായിട്ട് ജീവിച്ച് ഈശ്വരനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചെന്ന് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരൊന്നും മിണ്ടില്ല. അവര് ഈശ്വരന്റെ മുമ്പിൽ വെറുതെ നോക്കി നിൽക്കും. ഭഗവാനെ എന്താ ഞാൻ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പൊ ഭഗവാനാണ് ഈ പറയുന്ന ഈശ്വരൻ തന്നെയാണ് ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള ആ ഒരു റിസൾട്ട് കൊടുക്കുന്നത്. അപ്പോ ഇവര് കിട്ടുന്ന ഈ ഓരോ വലിയ മന്ത്രങ്ങൾ കൊടുക്കുമ്പോൾ നമ്മള് ഈ ഈശ്വരന്മാര്, അതായത് ബ്രഹ്മാവൊക്കെയാണ് ഈ കൊടുക്കുന്നത്. അവർക്കറിയാം ഈ മന്ത്രം കിട്ടിയാൽ തന്നെ ഉടനെ തന്നെ അത് അടുത്ത പ്രശ്നം ഉണ്ടാവുന്നു. അതുകൊണ്ട് അവര് വളരെ താമസിപ്പിച്ച് ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. കാരണം അവരാണ് അവരുടെ പതനത്തിന് കാരണം. കാരണം എന്താ? ആ ഒരു ഇതേപോലെയുള്ള വലിയ തപസ് ചെയ്ത് അവർക്ക് കിട്ടുന്ന മന്ത്രം ഉടനെ തന്നെ ലോകത്തിന് വിനാശമായിട്ട് അവർ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ മഹാഭൈരവിയുടെ അനുഗ്രഹം എന്താ പറയാ കിട്ടാൻ വേണ്ടി ഇദ്ദേഹം ഭയങ്കര കഠിനമായിട്ടുള്ള തപസ് ചെയ്തു. ദേവിക്ക് വരാതിരിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമായി. അപ്പൊ അനുഗ്രഹം കിട്ടിയ എന്ത് ചെയ്യും? ഉടനെ ഈ 14 ലോകങ്ങളെയും ഇദ്ദേഹം ഭരിക്കാൻ തുടങ്ങും അല്ലെ? ദേവിക്കത് അറിയാം. പക്ഷെ അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര കഠിനമായിട്ട് എന്തൊക്കെയാണോ വിധിപ്രകാരം ദേവിയെ മുറപ്രകാരം ആരാധിച്ചാൽ ദേവി വന്നിരിക്കും. അതാണ് ശ്രീചക്ര ഉപാസനയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പരമ്പര എന്ന് പറയുന്നത്? ശ്രീചക്രത്തിലൂടെ നമ്മൾ ശ്രീചക്രം എങ്ങനെ ഉപാസിക്കണം അല്ലെ? ശ്രീചക്രം ചുമ്മാ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ജപിച്ചാൽ മാത്രം പോലെ. ശ്രീചക്ര ഉപാസന എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. എന്താ പറയാ, അതിനൊരു വഴിമുറ. അത് നമ്മുടെ പൂർവികർ എങ്ങനെ ചെയ്തു? ശ്രീചക്രം എന്താണ്? ആ ബിന്ദു ത്രികോണങ്ങള്, ആ ഇതിനെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് ഇത് നല്ലവണ്ണം ശ്രീചക്രം നമ്മുടെ ശരീരമാണെന്നും ആ ബിന്ദുവിൽ ഇരിക്കുന്ന അമ്മയാണ് നമ്മുടെ ആ സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി ഇല്ലെങ്കിൽ നമ്മുടെ കുണ്ടലിനി ശക്തി എന്ന് അറിഞ്ഞ് ദേവിയെ ഉപാസിക്കുമ്പോൾ ദേവിക്ക് വന്നേ പറ്റൂ. ദേവിമാരെല്ലാം തന്നെ എന്താ ഒരു മന്ത്രത്തിന് കെട്ടപ്പെട്ടവരാണ്. അത്രയും സിൻസിയറായിട്ട് അറിഞ്ഞ് ഉപാസന ചെയ്താൽ ദേവിക്ക് വന്നേ പറ്റൂ. ഇപ്പൊ അതുകൊണ്ടാണല്ലോ അസുരന്മാര് തപസ് ചെയ്യുമ്പോഴും ദേവി വരുന്നത്. ശ്രീചക്ര ഉപാസന വഴി പോലെ ചെയ്ത എല്ലാവർക്കും തന്നെ ദേവി പ്രത്യക്ഷമായിട്ട് അനുഗ്രഹം കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം ഉദാഹരണം ഭാസ്കരരായർ തന്നെയാ. അദ്ദേഹം ഉപാസിച്ച ശ്രീചക്രത്തിന്റെ ആ പ്രസൻസ് ഇപ്പോഴും ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാ പറയുന്നത്. എന്താ കാര്യം? എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും അമ്മയെ ഉപാസനയിലും നിർത്തി ആ ശ്രീചക്രത്തിൽ ബാഹ്യത്തിലും തന്റെ ഉള്ളിലും തന്റെ ആ ഒരു പിണ്ടാണ്ടത്തിനും ബ്രഹ്മാണ്ടത്തിനും തമ്മിൽ ഒരു വ്യത്യാസവും കാണാതെ, അതാണ് ബ്രഹ്മ ഐക്യത്തോടു കൂടി. ഇവിടെ ഈ ശരീരം എന്ന് പറഞ്ഞ ഒരു ഉപാധി അതിന്റെ ഇടയ്ക്ക് ഇല്ല. അദ്ദേഹം ശ്രീചക്രത്തിലിരിക്കുന്ന ദേവി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലും. അപ്പൊ ഇദ്ദേഹം ബാഹ്യമായിട്ട് ചെയ്യുന്നതും ആന്തരികമായിട്ട് ചെയ്യുന്നതും തമ്മിൽ ഈ ശരീരം എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ നമ്മൾ വെച്ചിരിക്കുന്നത്. അത് പോവണ്ട. ജീവിച്ചിരുന്നപ്പോ തന്നെ ദേവി കൂടെ ഇരിക്കുക. അവിടെ എന്താ ഒരു വ്യത്യാസം? ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും. നമ്മൾ മരിച്ചു കഴിഞ്ഞ് മോക്ഷം ചോദിക്കണു, അദ്ദേഹം ജീവൻ മുക്തനായിട്ട് കൂടെ ഇരുന്ന് ദേവിയുടെ ആ ഒരു അനുഗ്രഹം നമ്മൾ പറ്റുന്നു. ദേവി കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വേറൊരാൾക്ക് പോലും അത്രയും ഉയർന്ന ഉപാസകന് ദേവി ഭാസ്കരരായരുടെ കൂടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതാണ് വഴിപ്രകാരം നമ്മൾ ഏത് ഉപാസനാ മാർഗം സ്വീകരിച്ചാലും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഗുരുപരമ്പരയിലൂടെ അത് അറിഞ്ഞ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തെങ്കിൽ മാത്രമേ ദേവിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ അമ്മ വന്നിരിക്കും. അപ്പൊ ഇദ്ദേഹം അതുപോലെയാണ്. എന്താ ആ വഴി എങ്ങനെയാണോ ശുക്രാചാര്യര് തന്റെ ഗുരു ഉപദേശിച്ച പോലെ ഈ മഹാഭൈരവി മന്ത്രങ്ങൾ ഇത്രയും ഉരക്കഴിച്ച് ദേവിക്ക് വേണ്ട ആ ഹോമങ്ങളൊക്കെ ചെയ്ത് അമ്മയ്ക്ക് വേണ്ട ഇഷ്ടദ്രവ്യങ്ങളൊക്കെ ഹോമിച്ചുകൊണ്ട് അനേക വർഷങ്ങൾ തപസ് ചെയ്തു. അപ്പൊ ദേവി വന്നു. വരാതിരിക്കാൻ പറ്റില്ല അല്ലെ? വളരെ പ്രപഞ്ചത്തിന്റെ ആ ഒരു നാദത്തിന്റെ ബേസ് ആയിട്ടിരിക്കുന്ന അമ്മ, നാദസ്വരൂപിണിയാണ് അമ്മ അല്ലെ? ഇവിടെയോ ഇടിവെട്ടുന്ന ശബ്ദത്തോടു കൂടി ആകാശം പിളർന്നുകൊണ്ട് ആകാശത്തെയും സമുദ്രത്തെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ ആ ഒരു തിരുരൂപം ആകാശത്ത് പ്രത്യക്ഷമായി എന്നാ പറയുന്നത്. കാരണം അത്രയും ത്രിപുര ഭൈരവിയുടെ പ്രത്യക്ഷം ആവുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വളരെ വളരെ ഒരു ഹയർ ലെവലാണ്. ആർക്കും അത് നേരിട്ട് കാണാനോ അനുഭവിക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അദ്ദേഹം എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ തപസ്സില് അമ്മയ്ക്ക് അതില് സന്തോഷമാണോ അല്ല ഇനി അമ്മ എന്താണ് അങ്ങനെ ഒരു വല്ലാത്ത ഭാവത്തിലാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? അപ്പൊ അമ്മയുടെ അടുത്ത് വരങ്ങൾ ചോദിച്ചു ഇല്ലേ? അമ്മ എന്താണ് ചോദിച്ചത് എന്തോ ഒന്നും കേൾക്കാൻ നിന്നില്ല. ഇയാള് കൊടുത്തേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി അമ്മ എല്ലാം തഥാസ്തു പറഞ്ഞിട്ട് അപ്രത്യക്ഷപ്പെടാണ്. കാരണം അമ്മയുടെ ആ ഒരു ഭയങ്കരമായിരിക്കുന്ന രൂപം പ്രപഞ്ചത്തിൽ തന്നെ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അമ്മയ്ക്കറിയാം. അങ്ങനെ ദേവി എല്ലാം തഥാസ്തു പറഞ്ഞിട്ട് അപ്രത്യക്ഷപ്പെടുകയാണ്.
ആ ഒരു വരം കിട്ടിയതോടുകൂടി എങ്ങനെയാണോ നമ്മൾ വിചാരിച്ച അതുപോലെ ഇങ്ങേര് മാറുകയും ചെയ്തു. വരം കിട്ടിയല്ലേ, അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞു. അമ്മ അപ്രത്യക്ഷപ്പെട്ടു. എന്ത് ചെയ്തു? മഹാഭൈരവിയുടെ അനുഗ്രഹം കിട്ടി, ഇനി എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു? 14 ലോകങ്ങളെയും അങ്ങോട്ട് ആദ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഭരിക്കാൻ തുടങ്ങി. ഇന്ദ്രനെയൊക്കെ ഓടിച്ചു വിട്ടു, മറ്റു ദേവന്മാരെല്ലാം ദേവലോകത്തു നിന്ന് ഓടിച്ചു, അല്ലെ? കഷ്ടപ്പെടുത്താൻ തുടങ്ങിയവരെ, അവരെ ഓടിച്ചു എന്ന് മാത്രമല്ല, അവരെ കഷ്ടപ്പെടുത്തുകയും കൂടി ചെയ്യും. അങ്ങനെ എല്ലാ ദേവന്മാരും അവരവരുടെ എന്താ പറയാ, ഓരോ സ്ഥലത്തു നിന്ന്, ഇന്ദ്രലോകത്തു നിന്ന് പോയി, അഗ്നി അഷ്ടദിക്പാലകരെല്ലാം അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ വീണ്ടും ദേവന്മാര് വളരെയധികം കഷ്ടത്തിലായി. അവർക്ക് എപ്പോഴും പോയി പറയാനായിട്ട് 3 പേരുണ്ട്. അവരെയാണ് നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്, അല്ലെ? ബ്രഹ്മാ വിഷ്ണു രുദ്രന്മാര്. അങ്ങനെ നിവർത്തിയില്ലാതെ ഈ അസുരന്റെ എന്താ പറയാ എന്താ പറയാ ഭരണത്തില് വളരെയധികം ദുഃഖിച്ച്, ഹോമങ്ങളില്ല, യജ്ഞങ്ങളില്ല, യാഗാദികളില്ല, എല്ലാം മുടങ്ങി, എല്ലാവരും കഷ്ടത്തിലായി, ഇല്ലേ? ഈശ്വരനെ എന്താ പറയാ ജപിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടു. ഈ അസുരൻ അങ്ങനെ എന്താ പറയാ സ്വേച്ഛാധിപതിയായിട്ട് വാഴാൻ തുടങ്ങി. അപ്പോ ഈ ദേവന്മാരെന്ത് ചെയ്തു? ആരടുത്ത് പോയി പരാതി പറയും? ത്രിമൂർത്തികളുടെ അടുത്ത് അവര് പോയി സങ്കടം ബോധിപ്പിച്ചു, അല്ലെ? മഹാത്രിപുര ഭൈരവി കൊടുത്ത മന്ത്രം കൊണ്ട് ബലശാലിയായിരിക്കുന്ന അസുരനെ നശിപ്പിക്കാൻ മഹാത്രിപുര ഭൈരവി തന്നെ വന്നെങ്കിലേ സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കി അവര്. കാരണം അവരെല്ലാവരും ദേവിയുടെ അടുത്ത് ചെന്ന് കാര്യം ഉണർത്തിച്ചു. ത്രിമൂർത്തികൾ പറഞ്ഞു, എന്താ പറയാ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ദേവി കൊടുത്തതാണ്, അല്ലെ? ഞങ്ങളുടെയൊക്കെ അമ്മയാണ്. അമ്മ കൊടുത്ത ആ വരം വെച്ച് അഹങ്കരിക്കുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമുക്കൊരു കാര്യം ചെയ്യാം, പോയി ദേവിയെ കണ്ട് തന്നെ കാര്യം പറയാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ, ത്രിമൂർത്തികളും ഈ ദേവന്മാരും കൂടെ ദേവിയുടെ അടുത്ത് ചെന്നു, കാര്യം പറഞ്ഞു. അമ്മ ശാന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സമയം നോക്കി അമ്മയുടെ അടുത്ത് കാര്യം ഉണർത്തിച്ചു. ദേവി ത്രിമൂർത്തികളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കാരണം എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റില്ല. അവൻ അത്രയ്ക്ക് അവനും എന്റെ മകനാണല്ലേ, ആസുരിക ഭാവം കൂടി എന്നുള്ളതേ ഉള്ളൂ. അവനും വിളിച്ചാൽ എനിക്ക് പോയേ പറ്റൂ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല, കാരണം അവന്റെ ഉഗ്രമായിരിക്കുന്ന തപസ് എനിക്ക് പോകേണ്ടി വന്നു. ഞാൻ വരം കൊടുത്തു, നിങ്ങൾ അതിൽ വിഷമിക്കണ്ട, കാരണം ഞാൻ തന്നെ വന്ന് അവനെ ഇല്ലാതാക്കിക്കോളാം. കാരണം എനിക്കറിയാം ഇതൊക്കെ സംഭവിക്കുന്നുള്ളത്. നിങ്ങളിപ്പോ വിഷമിച്ച് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പറയണ്ട, നിങ്ങൾ സന്തോഷമായിട്ട് പോകും, ഞാൻ താമസിയാതെ വരും എന്ന് പറഞ്ഞവരെ അനുഗ്രഹിച്ചു വിടുകയാണ്. അപ്പൊ ഈ വിവരം കംസാസുരൻ കംസാസുരൻ എന്ന് പറഞ്ഞ അസുരനാണ്, ഇദ്ദേഹത്തിന്റെ പേര്. തപസ് ചെയ്ത അസുരന്റെ പേര് കംസാസുരൻ എന്നായിരുന്നു. എങ്ങനെയാണോ എന്തോ ഈ കംസാസുരന്റെ ചെവിയിലെത്തി. കാരണം ദേവന്മാരിങ്ങനെ ആലോചിച്ചതും അവര് ത്രിമൂർത്തികളെ കണ്ടതും അവിടെ എത്തിയതും എല്ലാം ദേവി ഇങ്ങനെ ഒരു വരം കൊടുത്തു എന്ന് അറിഞ്ഞു. കാരണം ദേവി തന്നെ വരാം ഇവനെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞതും അറിഞ്ഞു. അപ്പൊ ഇയാള് വിചാരിച്ചു, ഇനിയിപ്പോ കുറച്ച് ദേവി മന്ത്രം കൂടി ജപിച്ച് ദേവിയുടെ ശക്തി കുറച്ചും കൂടെ കൈക്കലാക്കിയ പിന്നെ ദേവിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇയാളുടെ ബുദ്ധി എങ്ങനെയാണ് പോണമെന്ന് നോക്കൂ. കൊടുത്ത ആളിനെ നശിപ്പിക്കുക. നമ്മളെല്ലായിടും അങ്ങനെയാണ്, ഇല്ലേ? നമ്മൾ ഒരു കുറച്ച് താമസിക്കാൻ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വീട് അവരുടെ സ്വന്തമാവും. അതുപോലെയാണ് നമ്മൾ ഇപ്പൊ ഈ ദേവി കൊടുത്ത മന്ത്രം. ഇയാൾ എന്താ വിചാരിച്ചത്? ഇപ്പൊ ഞാൻ ത്രിപുര ഭൈരവി മന്ത്രം ജപിച്ച് എനിക്ക് തന്ന ദേവി തന്ന മന്ത്രത്തിൽ എനിക്ക് 14 ലോകങ്ങൾ, ഇനി ഇതിനപ്പുറം എവിടെയാ ലോകം? എല്ലാം കീഴടക്കി ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ദേവിയുടെ പകുതി ശക്തി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അമ്മയുടെ കയ്യിലിരിക്കുന്ന പകുതി ശക്തിയും കൂടെ തപസ് ചെയ്ത് ഇനി എടുക്കാം. അപ്പൊ ഇനി ഞാൻ ഇതിനേക്കാളും ഉഗ്ര തപസ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. അമ്മ വരുമ്പോ എന്ത് ചെയ്യുക? അമ്മയുടെ ബാക്കി ശക്തികൾ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ആലോചിച്ച് പുതിയ പ്ലാനൊക്കെ ഉണ്ടാക്കി അമ്മയുടെ ഉള്ള ബാക്കി ശക്തിയും കൂടെ ഇനി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേവിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ ദേവിയെ കയ്യും കെട്ടി ഇരുത്താന്നൊക്കെ നമ്മൾ പറയില്ലേ? കൊടുത്ത ആളെ കയ്യും കെട്ടി ഇരിക്കേണ്ടി വരും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇയാൾ എന്ത് ചെയ്തു? ഇയാള് വീണ്ടും ഗുരുവിന്റെ അടുത്ത് പോവാണ്. അപ്പൊ ദേവിയുടെ ശക്തി ഇല്ലാതാക്കണം, ദേവിയുടെ ബാക്കി ശക്തിയും കൂടെ ഇനി പോരട്ടെ, അല്ലെ? അതും കൂടെ എനിക്കിരിക്കട്ടെ, ഇനി അതിനുള്ള തപസ് തുടങ്ങണം. അപ്പോ അതിനെ ചെയ്യാന്നും പറഞ്ഞ് ചെന്ന് അത് അസുര ഗുരുവുമായിട്ട് ശുക്രാചാര്യനുമായിട്ട് ആലോചിച്ചു. അപ്പൊ പറഞ്ഞു, മഹാഭൈരവി മന്ത്രത്തിൽ ഇതിൽ കൂടിയ വലിയ മന്ത്രമൊന്നും എനിക്ക് തരാനില്ല. നീ ഒരു കാര്യം ചെയ്യ, കുറച്ചുകൂടെ പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിൽ കിട്ടുന്ന രീതിയിൽ നിന്റെ തപസ് കുറച്ചുകൂടെ ശക്തിയാക്കുക. കാരണം ഇപ്പൊ ഈ മന്ത്രം ഒന്നേ ഉള്ളൂ. കാരണം നിനക്ക് ഒരുപാട് നാളെടുത്തിട്ടല്ലേ ആദ്യം കിട്ടിയത്. അത് ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടട്ടെ. നിനക്ക് ഈ മന്ത്രം ഉണ്ടല്ലോ ഓൾറെഡി. അപ്പൊ നമുക്ക് ദേവിയെ വരുത്തിക്കാം. നീ കുറച്ചുകൂടെ, അതായത് പഞ്ചാഗ്നി മധ്യത്തിലോ ഇല്ലെങ്കിൽ കൈയും കാലും ഒക്കെ കെട്ടി കെട്ടി ഇവരെങ്ങനെ വേണമെങ്കിലും നിന്ന് തപസ് ചെയ്യും. അങ്ങനെ വല്ലതും നീ ചെയ്യ, അപ്പോഴത്തേക്ക് ദേവി വരും എന്ന് പറയാണ്. ഇതെല്ലാം തന്നെ ദേവന്മാരറിഞ്ഞു. കാരണം ഇനി ഇനി അടുത്ത തപസ്സിന് ഇങ്ങേര് പോകുന്നു. കാരണം ഈ ഒരു മന്ത്രം ജപിച്ച് തന്നെ ഇപ്പൊ ഇങ്ങേർക്ക് ഇത്രയും കിട്ടി. നമ്മളേതാ എല്ലാരെയും ഓടിച്ചു വിട്ടു. ഇനിയിപ്പോ കുറച്ച് ദേവിയുടെ മന്ത്രം കൂടെ കിട്ടി. ദേവി വന്ന് അടുത്ത മന്ത്രവും കൂടെ അടുത്ത ശക്തിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേവിക്ക് പോലും ഇയാളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരിക്കും. പാവം ദേവന്മാര് ഭയന്ന്, ഇല്ലേ, കടലിന്റെ അടിയിലും
പാറക്കെട്ടുകളിലും കാട്ടിലും ഒക്കെ ഒളിച്ചിരിക്കുക. അപ്പൊ അവര് വിചാരിക്കണം, ഈശ്വര ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഈ വിവരം എന്ത് ചെയ്തു? ഇനി ദേവന്മാർ അറിഞ്ഞപ്പോ വീണ്ടും നമുക്ക് ത്രിമൂർത്തികളെ കണ്ട് കാര്യം പറയാം. അമ്മ ജഗദംബികയാണ്, അമ്മയ്ക്ക് എല്ലാ മക്കളെ ഒരുപോലെയാണ്. ഇനിയും ഇയാളോട് വീണ്ടും കരുണ കാണിച്ച് അമ്മ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ അമ്മയുടെ രണ്ടാമത്തെ വരവ് നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോ ഈ ദേവിയുടെ ആ ഒരു ദേവിയുടെ ശക്തി ഇനി നേടിക്കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ചെന്ന് അവര് ത്രിമൂർത്തികളുടെ അടുത്ത് വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഇപ്പൊ എന്താ എല്ലാം സന്തോഷമാണ്, പൊക്കോളാനൊക്കെ പറഞ്ഞു, ദേവി വരാന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ദേവി വരുന്നതിന് മുമ്പ് അടുത്ത ദുരന്തം സംഭവിക്കാൻ പോവുകയാണ്. എന്താണ്? ഇയാള് വീണ്ടും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു, ഇദ്ദേഹം വീണ്ടും തപസ്സിന് പോവുകയാണ്. കാരണം ഇതിലും ഭയങ്കരമായിട്ട് ശക്തിയില് കുറച്ചുകൂടെ കുറഞ്ഞ സമയം കൊണ്ട് ദേവിയെ പ്രത്യക്ഷപ്പെടുത്താനാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഇനി ദേവി പ്രത്യക്ഷപ്പെടും. വന്നു കഴിഞ്ഞിട്ട് ഇനിയും അടുത്തത് ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാലത്തും ദേവന്മാർക്ക് പിന്നെ ഒരിക്കലും അവരുടെ സ്ഥലത്തോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ഉറപ്പാണ്. ത്രിമൂർത്തികളായിരിക്കുന്ന അവിടുന്ന് നിങ്ങൾ 3 പേരും ഉള്ളപ്പോ നിങ്ങളാണ് സൃഷ്ടി സ്ഥിതി സംഹാരകരല്ലേ? അപ്പോ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ തന്നെ ഇതിനൊരു എന്താ ഉണ്ടാക്കിയേ പറ്റൂ. ഇത് ഞങ്ങൾ അറിഞ്ഞ കാര്യമല്ല, ഇത് സത്യമായിട്ട് നടക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് അവര് വളരെ വിഷമത്തിൽ ത്രിമൂർത്തികളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ത്രിമൂർത്തികൾക്കും വിഷമായി. കാരണം ഇനി തപസ് ചെയ്ത് ദേവിയുടെ ശക്തി ഇനിയും ഇവൻ ആർജിച്ചാൽ എന്ത് ചെയ്യും? ത്രിമൂർത്തികൾ വീണ്ടും ദേവിയെ കാണാൻ ചെന്നു. അങ്ങനെ അവര് ദേവിയെ കണ്ടപ്പോ പറഞ്ഞു, ദേവി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കാരണം ഈ കാര്യം ഞാൻ ചെയ്തോളാം. അപ്പൊ ഞാൻ ചെയ്യാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നിൽ വിശ്വാസമില്ല? അവൻ തപസ് ചെയ്യട്ടെ. കാരണം അവൻ തപസ് ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ ഞാൻ ആലോചിക്കണ്ടേ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവര് ത്രിമൂർത്തികളെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അമ്മ എന്ത് ചെയ്തു? ഈ കംസാസുരൻ വീണ്ടും തപസ്സിന് പോയി ഇതേ മന്ത്രം വെച്ച് അത്യുഗ്രമായിരിക്കുന്ന തപസ് ആരംഭിച്ചു. അപ്പൊ ദേവി എന്ത് ചെയ്തു? സരസ്വതി ദേവിയെ വിളിക്കുകയാണ്. സരസ്വതി ദേവിയെ വിളിച്ചു. കംസാസുരൻ തപസ് പൂർണ്ണമാക്കുന്നതിന് മുമ്പേ പോയിട്ട് ആ സരസ്വതി ദേവിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ വാഗ്ദേവതയാണ്, അയാളുടെ നാവിൽ നീ വാസം ചെയ്യണമെന്ന് പറയാണ്. പല പ്രശ്നങ്ങളിലും സരസ്വതി ദേവിയെ ഇങ്ങനെ അയക്കാറുണ്ട് ദേവി, അല്ലെ? മഹാത്രിപുര സുന്ദരിയുടെ 2 സൈഡുകളിലെ ലക്ഷ്മിയും സരസ്വതിയാണ് ചാമരം വീശിക്കൊണ്ട് നിൽക്കുന്നത്. അമ്മയുടെ 2 കണ്ണുകളാണ് അവര്. ഒരാൾ വിഷ്ണുവിന്റെ പത്നിയും ഒരാൾ ബ്രഹ്മാവിന്റെ പത്നിയാണ്, അല്ലെ? അപ്പൊ ദേവി എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ എവരെയാണ് പറഞ്ഞയക്കുക. അപ്പൊ സരസ്വതി ദേവിയോട് പറഞ്ഞു, ഇനി വലിയ പ്രശ്നമാണ്. കാരണം ഇയാള് വീണ്ടും ഇനി എനിക്ക് കുറച്ചുകൂടെ ഷോർട്ട് നോട്ടീസിൽ പോവേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ സരസ്വതി ദേവിയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഈ കംസാസുരന്റെ നാവിൽ ചെന്നിട്ട് നീ ഇരിക്കണം. അപ്പൊ വാഗ്ദേവതയാണ്, അല്ലെ? അപ്പൊ സരസ്വതി കടാക്ഷമില്ലാതെ ഒരു വരി പോലും ശരിയായിട്ട് പറയാൻ സാധ്യമല്ല. നമുക്ക് കുംഭകർണന്റെ കഥ അറിയാം, അല്ലെ? കുംഭകർണൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. രാവണനായിരുന്നു മോശം. അപ്പൊ നല്ല വരം കൊടുത്താൽ ഇയാൾ എന്ത് ചെയ്യും? മോശം ആളിന്റെ കൂടിയാൽ തന്റെ നന്മയൊക്കെ മോശം ആളിന് കൊടുക്കും. രാവണൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം തന്നെ, ദുഷ്കർമ്മങ്ങൾക്ക് കുംഭകർണന് യാതൊരു താല്പര്യമില്ലായിരുന്നു കൂടെ നിൽക്കാനായിട്ട്. മാത്രമല്ല സഹോദരനെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്, രാമപത്നിയെ തിരിച്ചു കൊടുക്കൂന്ന്. അപ്പോഴെന്താ പറഞ്ഞത്? നീ എന്നെ ഉപദേശിക്കേണ്ട, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ഇങ്ങനെ ആസുരിക ഭാവം കൂടി നിന്ന ആളായിരുന്നു രാവണൻ. കുംഭകർണൻ അങ്ങനെ അല്ലായിരുന്നു. എന്നിട്ടും താൻ ആരുടെ സൈഡ് നിൽക്കണോ അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നു. മരണവും അങ്ങനെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് നമ്മളിനിയിപ്പോ എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ടും ഒരു ചീത്ത ആളിന്റെ കൂടെ, മോശം ഗുണങ്ങളുള്ള ഒരാളിന്റെ കൂടെയാണ് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗുണങ്ങൾ ഇല്ലാതാകുന്ന മാത്രമല്ല കാലക്രമേണ നമുക്കും നാശം വരും. അതുകൊണ്ടാണ് എപ്പോഴും സത്സംഗം, സത്തിനോട് സംഘം ചെയ്യണം, നല്ലതിനോട് ചേർന്നിരിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മുടെ നന്മയൊക്കെ മോശമായിട്ടുള്ള ആളിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നന്മ കാലക്രമേണ തിന്മയായിട്ട് മാറും. അപ്പൊ മോശം വ്യക്തി തന്റെ മോശപ്രവൃത്തി കൊണ്ട് എന്താ പറയാ, താൻ തന്നെ കുഴിച്ച കുഴിയിൽ അതിൽ വീണ് പൊക്കോളും. അപ്പൊ ശൂരപത്മൻ മോശവും സിംഹാസുരൻ, നമുക്ക് ശൂരപത്മന്റെയും സിംഹാസുരന്റെയും കഥ നമുക്ക് എന്താ പറയാ ഈ സ്കന്ദപുരാണത്തിൽ ഭയങ്കര നല്ലതായിട്ട് പറയുന്നുണ്ട്. കാരണം ആ ഒരു മുരുകന്റെ ആവിർഭാവം തന്നെ താരകാസുരനെ നിഗ്രഹിക്കാനാണ്, അല്ലെ? അപ്പൊ ശൂരപത്മൻ മോശവും സിംഹാസുരൻ എന്ന സഹോദരൻ നല്ലവനുമായിരുന്നു. രണ്ടുപേരും തപസ് ചെയ്ത് ശിവഭഗവാന്റെ വരം നേടിയതാണ്. ശൂരപത്മൻ അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു. കാരണം ഇദ്ദേഹം വരാത്തോണ്ട്. നമ്മൾ ഒരാളെ പ്രസാദിപ്പിച്ച് വന്നില്ലെങ്കിൽ അത്രയും ദേഷ്യം കൊണ്ടെടുത്ത് തീയിൽ ചാടുകയാണ്. സിംഹാസുരന്റെ മുമ്പില് ഭഗവാൻ ഒരു വയോവൃദ്ധനായിട്ട് വന്നു എന്നാ പറയുന്നത്, ശിവഭഗവാൻ. അപ്പൊ നല്ല മനസ്സുകൊണ്ട് അത് കണ്ടുപിടിച്ച് തന്റെ സഹോദരനെ ജീവിപ്പിക്കണം എന്നാണ് ചോദിച്ചത്. കാരണം ഏറ്റവും വലിയ എന്താ പറയാ പ്രശ്നമുള്ള ആള്, മോശം ക്വാളിറ്റീസ് ഉള്ള ആളായിരുന്നു ഇദ്ദേഹം, ഈ ശൂരപത്മൻ. അപ്പൊ അയാളങ്ങ് ചത്തുപോട്ടെന്നല്ല വിചാരിച്ചത്, അയാളെ ജീവിപ്പിക്കണമെന്നാണ് ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ആർക്ക്? ഈ സഹോദരൻ നല്ല ആളായിരുന്നു.
അപ്പൊ സഹോദരനെ ജീവിപ്പിക്കണം, തനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദുഷ്ടനെ വീണ്ടും ജനിപ്പിക്കുക. അദ്ദേഹം ശൂരപത്മൻ വീണ്ടും ജനിച്ചില്ലായിരുന്നെങ്കിൽ സുബ്രഹ്മണ്യൻ അവതാരം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശൂരപത്മനെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതാരം എടുത്തത് അല്ലെ. അതുപോലെ ഈ കുംഭകർണൻ നല്ല ആളായിരുന്നു. അപ്പൊ നല്ലവർക്ക് കിട്ടുന്ന വരബലം ആർക്കും കുറയ്ക്കാൻ പറ്റില്ല. കാരണം അവര് നല്ലവരായിട്ട് തന്നെ ഇരിക്കും. പക്ഷെ ചീത്ത മോശം ആൾക്കാരുടെ അടുത്ത് കൂടുമ്പോൾ ആ നല്ല ചെയ്യേണ്ട കർമ്മങ്ങള് ചീത്ത ആളുകൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ഇതിനും യാതൊരു വിലയില്ലാതെ പോവുകയാണ്. അപ്പൊ അങ്ങനെ ദേവന്മാരെന്ത് ചെയ്തു? സരസ്വതി ദേവിയോട് അന്ന് കഴിഞ്ഞ പ്രാവശ്യം കുംഭകർണന്റെ നാക്കിൽ ചെന്നിരിക്കാൻ അപേക്ഷിച്ചു. കാരണം നമ്മൾ ചോദിക്കുന്നത് നാവിലൂടെയാണല്ലോ. അതുകൊണ്ടാണ് നാവിലൂടെ പറയുന്ന വാക്കുകൾ എല്ലാം അനുഭവിച്ച് തന്നെ തീരണം എന്ന് പറയാൻ കാരണം. അക്ഷരങ്ങൾക്ക് നമുക്ക് മരണമില്ല. പ്രപഞ്ചത്തിൽ ആ അക്ഷരങ്ങൾ വൈഖരിയായിട്ട് നമ്മൾ തൊടുത്തുവിട്ട അമ്പ് പോലെയാന്ന് പറയും. അക്ഷരങ്ങൾ ക്ഷരമില്ലാത്തത് പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്നത് ഇത് കർമ്മമായിട്ട് നമുക്ക് വന്നു ചേരും. അപ്പൊ ഈ എന്താ പറയാ, സരസ്വതി ദേവി കുംഭകർണന്റെ നാക്കില് വന്നിരുന്നു. അപ്പൊ ആ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താ ചോദിച്ചത്? ആ ഒരു നിത്യത്വം, എനിക്ക് ഒരിക്കലും മരണം പാടില്ല, നിത്യമായിട്ട് ഞാൻ ജീവിക്കണം എന്ന് ചോദിക്കാൻ പ്ലാൻ ചെയ്തിരുന്ന കുംഭകർണൻ ചോദിച്ചത് എന്താ? നിദ്രത്വം. നിദ്ര, ഞാൻ ഉറങ്ങണം, എനിക്ക് എപ്പോഴും എന്താ പറയാ നിദ്ര തരണേ ത്വം, എനിക്ക് നിദ്ര തരൂ അമ്മ എന്നാണ് ചോദിച്ചത്. അപ്പൊ തെറ്റ് മനസ്സിലാക്കി വീണ്ടും 10,000 വർഷം തപസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ കിട്ടിയ വരം കൊണ്ട് ആ ഒരു ഇദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. കാരണം ഇനി ഒരു 10,000 വർഷം കൂടെ തപസ് ചെയ്യാനൊക്കെ റെഡിയായിരുന്നു കുംഭകർണൻ. പക്ഷെ ഇത് കിട്ടിയ ഉടനെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഉറങ്ങി. വർഷത്തിൽ ഒരിക്കലാ ഉണരുന്ന, അല്ലെ? ഉണരുന്ന കഥയൊക്കെ നമുക്കറിയാം. അത്രയും ഉണർത്തി കുറച്ച് സമയത്തേക്ക് ഭക്ഷണം കഴിക്കുക, വീണ്ടും ഉറങ്ങുക. അപ്പൊ അങ്ങനെ നാവിലിരിക്കുന്ന സരസ്വതി ദേവിയാണ് ഈ പറയുന്ന നമ്മളെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ നാവിൽ ചെന്നിരിക്കാൻ ദേവി തന്നെ ആവശ്യപ്പെടും. കാരണം നമ്മളെ പ്രപഞ്ചത്തെ രക്ഷിക്കാനാ. അപ്പൊ അതുപോലെ കംസാസുരന്റെ നാവിലിരുന്ന് സംസാരിക്കുമ്പോൾ തെറ്റ് വരാതെ സംസാരിക്കാൻ പറ്റാതാക്കി തീർക്കണം. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തെറ്റൊന്നും വരുത്താൻ ദേവി നോക്കില്ല, ഊമയാക്കി അങ്ങ് മാറ്റി, സംസാരിക്കാനേ പറ്റാത്ത നിലയാക്കി തീർത്തു. അല്ലെ, ഒരു വാക്കും പറയാനാകാതെ കംസാസുരൻ മൂകാസുരനായിട്ട് തീരുകയാണ്. കോലാപുരം, ഇന്ന് നമ്മൾ കോലാപുരം എന്ന് പറയുന്ന കൊല്ലൂർ എന്നറിയപ്പെടുന്നു അല്ലെ. അതീവ എന്താ പറയാ, ഈ ഇങ്ങേരുടെ നാക്ക്, ഇങ്ങേര് വിചാരിച്ചു ഇയാള് തപസ്സിൽ മൗനത്തിലിരിക്കുകയാണ്. ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോ എന്താണെങ്കിലും ചോദിക്കാൻ നോക്കുന്നു, ഇദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലെ. മൂകമായി പോയി, നാവിലൂടെ വാക്കുകൾ പുറത്തു വരുന്നില്ല. അങ്ങനെ അതീവ കോപത്തോടുകൂടി മൂകാസുരൻ ദേവിയുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. കാരണം എനിക്കെന്താ സംസാരിക്കാൻ പറ്റാത്തത്, ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിൽ ഇതിലെന്തോ ദേവിയുടെ കളിയുണ്ടെന്നൊക്കെ മനസ്സിലാക്കി ദേവിക്കെതിരെ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. അപ്പൊ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് എന്താ പറയാ അതിഭയങ്കരമായിട്ട് മൂകാസുരൻ അട്ടഹസിക്കാണ്. വാക്കുകൾ പുറത്തു വരുന്നില്ല. അപ്പൊ ദേവി ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചു. എത്ര ദേവി ഭക്തനാണെങ്കിലും വരം ലഭിച്ചെങ്കിലും അന്യരെ ഉപദ്രവിക്കുന്നത് ന്യായമാണോ? അമ്മ ചോദിച്ചു. അപ്പൊ ദേവിയുടെ ഈ ദർശനത്തിന് ശേഷം ദർശനത്തിലും ചോദ്യത്തിലും അസുരന്റെ ആ ആസുരിക ഗുണങ്ങളൊക്കെ അപ്രത്യക്ഷമായി. കാരണം സാധാരണഗതിയിൽ ഒരു അസുരൻ അത്രയും കാലം ദേവിയെ ഉപാസിക്കുമ്പോൾ നാച്ചുറലി അയാളുടെ ദുർഗുണങ്ങളൊക്കെ അപ്രത്യക്ഷപ്പെടണം. അതാണ് വേണ്ടത്. അപ്പൊ ദേവി ഇത് ചോദിക്കുകയും കൂടെ ചെയ്തപ്പോ അവൻ എന്താ, അവന്റെ പെട്ടെന്ന് തന്നെ അവൻ ഇത്രയും വർഷത്തെ 2 പ്രാവശ്യമാണ് മഹാഭൈരവിയെ തപസ് ചെയ്തത്. ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അവന്റെ ഉള്ളിലിരിക്കുന്ന ആ നെഗറ്റീവ് ക്വാളിറ്റീസ് എല്ലാം പോയി. അവന് അന്യരെ അദ്ദേഹം, അമ്മ എന്താ ചോദിച്ചത്? ഞാൻ തരുന്ന വരം കൊണ്ട് നീ എന്റെ മക്കളെ തന്നെ ഉപദ്രവിക്കണ ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മയുടെ ദർശനത്തിലൂടെ ചോദ്യത്തിലൂടെ അവന്റെ അസുര ഗുണങ്ങളൊക്കെ അപ്രത്യക്ഷമായി. അവൻ സംസാരിച്ചു. മാത്രമല്ല അവൻ ദേവിയെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. അമ്മ, എനിക്ക് ബുദ്ധി വന്നു, എന്നോട് ക്ഷമിക്കണേ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണേ. എങ്ങനെയാണോ തെറ്റായ വാക്കുകൊണ്ട് അക്ഷരസ്വരൂപിണിയായിരിക്കുന്ന അമ്മ അറിഞ്ഞിട്ടും വരങ്ങള് നേടാൻ വിചാരിച്ച ഒരു അക്ഷരം പോലും പുറത്തു വരാൻ വിടാതെ എന്നെ ഊമയാക്കി, ആ കരുണ എന്നില് ചൊരിഞ്ഞ അവിടുന്ന് എന്റെ പേരില് ഈ കോലാപുരത്ത് മൂകാംബിക എന്നുള്ള പേരില് വാണരുളിയാളും അരുളണേ എന്ന് അനുഗ്രഹിക്കുകയാണ്. എന്നെ ഊമയാക്കി. കാരണം ഞാൻ ഇനിയും ചോദിച്ചിരുന്നെങ്കിൽ തെറ്റായിട്ടുള്ള ചോദ്യമായിരിക്കും എൻ്റെ എന്ന് വരിക. വീണ്ടും ഞാൻ എന്താ പറയാ ഒരു ദുഷ്ടനായിട്ട് തീരും. അതിന് എന്നെ വിടാതെ അമ്മയുടെ ജഗദംബികയുടെ കരുണ, അമ്മയുടെ എന്താ പറയാ മക്കളുടെ എല്ലായിടത്തും അമ്മ എല്ലാരെയും ഒരുപോലെയാണ് കാണുന്നത് അല്ലെ. എന്നിലും അമ്മ ചൊരിഞ്ഞത് കൊണ്ടാണ് എനിക്ക് മാറ്റം വന്ന. അമ്മയുടെ ചോദ്യം, അമ്മയുടെ വായിൽ നിന്ന് വന്ന ഒറ്റ ചോദ്യം, അമ്മയുടെ അനുഗ്രഹം ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനാണോ എന്നുള്ള ഈ ഒരൊറ്റ ചോദ്യം മതി. അമ്മ, എനിക്കിനി എന്താ വേണ്ടേ? അമ്മ എനിക്ക് പൂർണ്ണമായിട്ട് അനുഗ്രഹം തന്നു. അതുകൊണ്ട് എന്ത് വേണം? ഞാൻ തപസ്സിരുന്ന, എനിക്ക് ഈ മാറ്റത്തെ ഉണ്ടാക്കിയ, എന്നെ മൂകനായിട്ട് വീണ്ടും സംസാരിപ്പിച്ച, എനിക്ക് അമ്മയെക്കുറിച്ച് അറിയാനും ഈ ജീവിതത്തിലെ മോക്ഷം എന്താണെന്ന് അറിയാനും ഇടയാക്കിയ ഈ ശരീരം വെച്ച് ഞാൻ തപസ് ചെയ്ത ഈ സ്ഥലത്ത്
ഈ കോലാപുരം എന്ന് പറയുന്ന സ്ഥലം എന്താ, അമ്മ ഇവിടെ എന്നും വാണരുളണം, അത് എന്റെ പേര് തന്നെ ആയിരിക്കണം. മഹിഷമർദ്ദിനിയായിരിക്കണം ദേവി, മഹിഷാസുരനെ കൊന്നപ്പോ മഹിഷമർദ്ദിനിയായി അല്ലെ. കോലാപുരത്ത് ദേവി മൂകാംബിക എന്നുള്ള മൂകനെ, ആ ഒരു സംസാരിക്കാൻ കഴിവുള്ള അസുരനെ മൂകനാക്കി മാറ്റിയ ദേവിയുടെ ആ പേരില് മൂകാംബിക എന്നുള്ള പേരില് ഇവിടെ അമ്മ വാഴണം എന്ന് പറയാണ്. ഇത് ലോകത്തിന് പാഠമായിരിക്കട്ടെ. അപ്പൊ അവിടുത്തെ പാർത്ഥിവലിംഗത്തില് അപ്പൊ ദേവി പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, കാരണം നിന്റെ ആഗ്രഹം അതാണോ, തീർച്ചയായിട്ടും ഞാൻ ചെയ്യാന്ന് പറയും. അവിടെ ഈ പാർത്ഥിവലിംഗം, കോലമഹർഷി ഉണ്ടാക്കിയ പാർത്ഥിവലിംഗത്തില്, മണ്ണ് കൊണ്ടുള്ള പൃഥ്വിലിംഗത്തില് ദേവി സുവർണരേഖയായിട്ട് ഇന്നും പ്രകാശിക്കുന്നു. അപ്പൊ കോലമഹർഷിയുടെ പാർത്ഥിവലിംഗത്തില് മഹാലക്ഷ്മിയായിരുന്നു ദേവി. അപ്പൊ ശിവലിംഗത്തിന്റെ ഇടത് പകുതിയില് കുറച്ച് മാറിയിട്ടാണ് സുവർണരേഖ കുടികൊള്ളുന്നത്. നമുക്ക് ഇന്നും മൂകാംബിക ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം, നേര് പകുതിയിലല്ല. അപ്പൊ ഒരു സുവർണരേഖയായിട്ട് ദേവി കൊടുകൊള്ളുകയാണ്. ആദിശങ്കരാചാര്യരാണ് മൂകാംബിക എന്ന ശിലാരൂപത്തില്, ആ രൂപത്തില് ദേവി അവിടെ പ്രതിഷ്ഠിച്ചത്. അല്ലെങ്കിൽ ശിവലിംഗത്തിൽ തന്നെയായിരുന്നു ദേവി. ആ ദേവിയുടെ ഒരു പ്രത്യേകം ഒരു രൂപം ഉണ്ടാക്കി, പ്രത്യേകം നമുക്ക് കാണുന്ന രീതിയിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി സ്ഥാപിച്ചത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ദേവി ചതുർബാഹുവായിട്ട്, ആ ഒരു വിഷ്ണു രൂപിണിയായിട്ട്, അമേ നാരായണ എന്നുള്ള രൂപത്തിൽ തന്നെ അല്ലെ, ആ ഒരു അഭയവും വരദവും ഒക്കെ ആയിട്ടാണ് ശരിക്കും മൂകാംബിക ദേവിയുടെ ആ ഒരു പ്രാദുർഭാവം എന്ന് പറയുന്നത്. അതിനു മുമ്പേ വരെ ശങ്കരാചാര്യ സ്വാമികൾ ചെല്ലുന്നിടം വരെ ശിവലിംഗത്തിലായിരുന്നു പൂജ. ശിവലിംഗത്തിന്റെ ഇടത് പകുതിയിലുള്ള ഒരു സുവർണ രേഖയായിട്ടായിരുന്നു ദേവി ഇരുന്നത്. അപ്പൊ മൂകാംബിക എന്നുള്ള ശിലാരൂപത്തിൽ ദേവി അവിടെ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ശിവലിംഗത്തിൽ സ്വർണരേഖയായിട്ടായിരുന്നു ദേവി അവിടെ. ആ രാവിലെ മാത്രമേ പൂജ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു മൂലസ്വരൂപിണിയായിട്ട് ദേവി അവിടെ സ്ഥിതി ചെയ്തിരുന്നു. അപ്പൊ ആദിശങ്കരൻ തനിക്ക് അമ്മ കാണിച്ചു തന്ന രൂപത്തിൽ, അപ്പൊ അമ്മയുടെ അടുത്ത് ശങ്കരൻ ചോദിക്കുകയാണ്, അവിടെ നമ്മുടെ അതിന് മൂകാംബികയിൽ പുറകില് ആദിശങ്കരാചാര്യരുടെ സ്ഥലം ഉണ്ടല്ലേ, അവിടെ ചിത്രമൂല ഗുഹയിലാണ് അദ്ദേഹം തപസ് ചെയ്തത്. ദേവിയോട് ചോദിച്ചു, അമ്മയ്ക്കൊരു വിഗ്രഹം വേണം, ഞാൻ ഏത് രീതിയിൽ പ്രതിഷ്ഠിക്കണമെന്ന് അമ്മയോട് ധ്യാനത്തിൽ ചോദിച്ചു. അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അവിടെ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹം എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു എന്ന് ഐതിഹ്യം. അപ്പോ ദേവി എങ്ങനെയാണ് തന്റെ രൂപം ഇരിക്കണമെന്ന് കാണിച്ചു കൊടുത്തു. അതേ രൂപത്തില് പഞ്ചലോഹത്തില് ശിലാരൂപമായിട്ട് ആദിശങ്കര ഭഗവത്പാദരാണ് അമ്മയെ അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ഇന്നും ഗർഭഗൃഹത്തിൽ ഈ ശിവലിംഗത്തില് ആണ് പൂജ ചെയ്യുന്നത്. അപ്പോ തെറ്റ് ചെയ്യുന്നവരെ തിരുത്തുന്നവള് മാത്രമല്ല അല്ലെ, ആ തിരുത്തി ആ ഒരു നല്ല വഴിയിലേക്ക് നയിച്ച് ലോകത്തെ മുഴുവനും, അസുരന്മാരാണെങ്കിലും ദേവന്മാരാണെങ്കിലും അവര് തെറ്റ് ചെയ്താലും ആ തെറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അതിൽ നിന്ന് അവരെ രക്ഷിച്ച് പൂർണ്ണമായിരിക്കുന്ന ദേവി ചൈതന്യത്തില് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞ് ആ ഒരു അനുഗ്രഹം കൊടുക്കുന്നവളാണ് സാക്ഷാൽ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക അല്ലെ. ലളിതാംബികയുടെ വേറൊരു സ്വരൂപമാണ് മഹാഭൈരവി എന്ന് പറയുന്നത്. കൊല്ലൂരിലെ ദേവിയുടെ നാമം ശരിക്കും പറഞ്ഞാല് യന്ത്രലക്ഷ്മി സദാസ്ഥിത എന്നാണ്. കാരണം ദേവി ശിവലിംഗമാകുന്ന യന്ത്രം. ഓരോ പ്രതിഷ്ഠകളും, നമ്മളിപ്പോ ശിവലിംഗമാണെങ്കിലും ശ്രീചക്രമാണെങ്കിലും എന്തുകൊണ്ടാണ് അതിന് യന്ത്രം എന്ന് പറയുന്നത്? യന്ത്രം എന്ന് പറഞ്ഞാല് കുറച്ച് നേർവരകള്, കുത്തുകള്, ത്രികോണങ്ങള് അല്ലെ, പത്മങ്ങള്, സ്ക്വയേഴ്സ്, ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ ഒരു യന്ത്രം. യന്ത്രം എന്ന് പറഞ്ഞാല് എന്തൊക്കെ കോൺഫിഗറേഷൻ കൊണ്ടാണോ അത് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം യന്ത്രം പ്രവർത്തിക്കാൻ എന്താ വേണ്ടത്? നമ്മളിപ്പോ ഒരു മോട്ടോർ വെച്ചു, അത് ഇലക്ട്രിസിറ്റി ആയിട്ട് ഘടിപ്പിക്കണം ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് യന്ത്രങ്ങളും, ഫാൻ ആണെങ്കിലും ഫാൻ ഒരു യന്ത്രമാണ്, ഗീസർ ഒരു യന്ത്രമാണ്, മോട്ടോർ, വെള്ളം അടിക്കുന്ന മോട്ടോർ, ഇതെല്ലാം യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അതിന് ജീവനില്ല, അത് ജീവശക്തി, അതിന് ഇലക്ട്രിസിറ്റി ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ മാത്രം അത് പ്രവർത്തിക്കുള്ളൂ, അല്ലാത്തപ്പോഴെല്ലാം അത് നിശ്ചേതനമായിരിക്കും. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന യന്ത്രം, ഈ ശ്രീചക്രമായിരിക്കുന്ന ശരീരം എന്തുമായിട്ട് ഘടിപ്പിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്? ജീവശക്തിയായിരിക്കുന്ന സാക്ഷാൽ ലളിതാംബിക എന്ന് പറയുന്ന ദേവി നമ്മുടെ ഉള്ളിൽ കുണ്ടലിനി സ്വരൂപത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ശരീരമാകുന്ന യന്ത്രം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ യന്ത്രങ്ങളെല്ലാം തന്നെ, ഇപ്പൊ ശ്രീചക്രമാണെങ്കിലും ശിവലിംഗമാണെങ്കിലും വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് പ്രവർത്തിക്കില്ല. അതിലൊരാൾ എന്ത് വേണം? തന്റെ ഉച്ഛ്വാസത്തിലൂടെ തന്റെ പ്രാണശക്തിയെ, പ്രാണനില് 16 ഒരു അംശമാണ് നമ്മൾ ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. അത്രേ കൊണ്ടുവരാൻ പറ്റൂ നമുക്ക്. എത്ര ഉയർന്ന ഉപാസകനും ഒന്നല്ലെങ്കിൽ രണ്ട്, ചിലര് എന്താ പറയുക, ജീവശക്തി മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് ഐക്യം വന്ന, യോഗം വന്നവർക്ക് തന്റെ ശക്തി മുഴുവനും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ പ്രതിഷ്ഠിച്ച ശിവലിംഗങ്ങളൊക്കെ തന്നെ, കാശിയിലിരിക്കുന്ന ശിവലിംഗമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ അത്രയും, അതിനാണ് ജ്യോതിർലിംഗങ്ങൾ എന്ന് പറയുന്നത്. ജ്യോതിർലിംഗം എന്ന് പറഞ്ഞാൽ അല്ല അവിടെ ജ്യോതി പ്രത്യക്ഷപ്പെട്ടതല്ല, പൂർണ്ണമായിരിക്കുന്ന ആ ഒരു മുക്തി തരാൻ കഴിവുള്ള ശിവലിംഗങ്ങൾ. അപ്പൊ ഈ എന്താ പറയാ, യന്ത്രലക്ഷ്മി എന്ന് പറയാൻ കാരണം എന്താ? യന്ത്രത്തിൽ ലക്ഷ്മിയായിട്ടിരിക്കുന്നവൾ, യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്നവൾ. എങ്ങനെയാ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന? നമ്മുടെ വീട്ടിൽ ഒരു ശ്രീചക്രം വെച്ചു, അതൊരു യന്ത്രമാണ്.
അത് ഈ പറഞ്ഞ പോലെ നിശ്ചേതനമായിരിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെ? യന്ത്രം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി പഞ്ചലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം, അത്രേ ഉള്ളൂ. ഒരു വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ, ഒരു സിംബോളിക് ആയിട്ട് ഒരു സാധനമാണ് ശ്രീചക്രം. ഏറ്റവും യന്ത്രരാജനാണ് ശ്രീചക്രം. ആ ശ്രീചക്രം വെറുതെ വെച്ചതുകൊണ്ട് പ്രയോജനമുണ്ടോ? നമ്മളെ കടയിൽ നിന്ന് ഒരു ശ്രീചക്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു, എനിക്ക് ഐശ്വര്യം വരണേ എന്ന് പറഞ്ഞ് ചെവിരിൽ തൂക്കുന്നു, ഇല്ലെങ്കിൽ പൂജാമുറി കൊണ്ടുവയ്ക്കുന്നു. അതിന് പ്രവർത്തിപ്പിക്കുന്ന ശക്തി? ഒരു ഏത് യന്ത്രവും വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരന്റെ സിംബോളിക് ആയിട്ട് ഒരു സാധനം എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അതിന്റെ പ്രവർത്തനം കൊടുക്കുന്നത് എന്താ? ആ യന്ത്രത്തിന് ഏത് രീതിയിലാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ മന്ത്രം. ആ മന്ത്രം ഇല്ലാതെ യന്ത്രം പ്രവർത്തിക്കില്ല, 100% ഉറപ്പ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം എങ്ങനെയാണോ ജീവനില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നത്, എപ്പോഴാണോ ജീവൻ വിട്ടുപോകുന്നത്, ഇത് നിശ്ചേഷ്ടമാണ് അല്ലെ? ഇതിനെ കത്തിച്ചു കളയും. അതുപോലെ നമ്മളിപ്പോ ഒരു മനുഷ്യനിർമ്മിതമായ യന്ത്രത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് എന്താ? ഇതിന്റെ മന്ത്രമാണ്. ഇനിയിപ്പോ ശ്രീചക്രത്തിലോ ശിവലിംഗത്തിലോ ഒന്നും ചെയ്യണ്ട, മന്ത്രം മാത്രം ജപിച്ചാൽ മതി. നമ്മുടെ മനസ്സ് അർപ്പിച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ കണക്ഷൻ, അതായത് ശ്രീചക്രം എന്ന് പറയുന്ന നമ്മുടെ ശരീരവും വെളിയിലിരിക്കുന്ന ശ്രീചക്രവും തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ കാണും. എങ്ങനെ? ആ ഒരു പിണ്ടാണ്ടവും ബ്രഹ്മാണ്ടവും തമ്മിലുള്ള കണക്ഷൻ തന്നെയാണ്. നമ്മുടെ ബോഡിയുടെ റെപ്രസെന്റേഷൻ ആണ് വെളിയിലിരിക്കുന്ന ശ്രീചക്രം. അപ്പൊ നമ്മൾ ഇതിനകത്തിരുന്ന് മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ മന്ത്രസ്പന്ദനങ്ങൾ കൊണ്ട് ഈ ലോകത്തിന്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഫുള്ളി കണക്റ്റഡ് ആണ് അല്ലെ? വായുമണ്ഡലത്തിലൂടെ നമ്മൾ എല്ലാ പ്രപഞ്ചം 14 ലോകങ്ങളും അല്ലെങ്കിൽ ഈ ഭൂമി മണ്ഡലങ്ങളിലെല്ലാം എവിടെ ഇരുന്നാലും നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചിന്തകളാണ്, എനർജി ഫോം ആണ് അല്ലെ? അപ്പൊ എനർജി എന്ന് പറയുന്നത് ആ എനർജി ഫോം, മന്ത്രം എനർജിയാണ്. ആ എനർജി ഫോം എന്ത് ചെയ്യും? നിശ്ചേഷ്ടമായിരിക്കുന്ന വിഗ്രഹത്തില്, ഇല്ലെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് പോകുന്ന, ഇല്ലെ നമ്മൾ പുറത്തായിട്ടിരിക്കുന്ന യന്ത്രത്തില് എത്രയോ ദൂരങ്ങളിലൂടെ സഞ്ചരിച്ചു വന്ന് അത് ഞാൻ വാങ്ങിച്ച എന്റെ എന്നുള്ള ആ ഒരു ഭാവത്തിൽ നമ്മുടെ ഗുരു പരമ്പര തരുന്ന അതിൽ ചെന്നിട്ട് അതിനെ സ്പന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴീ മന്ത്രം നിശ്ചേഷ്ടമാകുന്നു അപ്പോഴ് യന്ത്രവും നിശ്ചേഷ്ടമാകും. പിന്നെ യന്ത്രത്തിന് പ്രയോജനമില്ല. അല്ലെങ്കിൽ അത്രയും ഉയർന്ന പൂജകൾ ചെയ്തവർക്ക് മാത്രമേ പിന്നെ യന്ത്രം അവിടെ ഇരുന്ന് കുറച്ചു നാളും കൂടെ അത് ഡിഫ്യൂസ് ആയി വരും. അതിന്റെ മന്ത്രശക്തി, അതിന്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു 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 വന്ന് അവസാനം വെറും ഒരു എന്താ പറയാ പഞ്ചലോഹമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ യന്ത്രവും മന്ത്രവും തന്ത്രവും, തന്ത്രം ഇസ് ദ ടെക്നിക് ടു കണക്ട് വിത്ത് യന്ത്ര ആൻഡ് ബോഡി. നമ്മളാണ് അതിന് ശക്തി കൊടുക്കുന്നത്, അല്ലാതെ അവിടെ ചെയ്യുന്ന കുറച്ച് പൂജകളല്ല. കാരണം പൂജകളൊക്കെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അതൊക്കെ പടികളാണ്. അതുപോലെ ഇവിടെ എന്താണ് ദേവിയെ പറയുന്നത്? എന്താ? യന്ത്രലക്ഷ്മി സദാസ്ഥിത. ദേവി ശിവലിംഗമാകുന്ന യന്ത്രത്തില്, എന്നാൽ ആ രൂപത്തിൽ അതിനുള്ളിൽ ചേർന്നിരിക്കുന്നവൾ, ലക്ഷ്മി സ്വരൂപത്തിൽ ശിവയായിട്ട് ശിവനോട് ഐക്യമായിട്ടിരിക്കുന്നവൾ. ദേവിയെ ശിവനിൽ നിന്ന് പിരിക്കാൻ ആർക്കും സാധ്യമല്ല. നമുക്ക് ഭൃങ്കി എന്ന് പറഞ്ഞൊരു മുനിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലേ? ഭൃങ്കി എന്നുള്ള തപസ്വി എന്താ ചെയ്തത്? താൻ ശിവനെ മാത്രമേ പൂജിക്കുള്ളൂ എന്ന് ദൃഢവ്രതം എടുത്ത ആളാണ്. കൈലാസത്തിൽ ശിവനും ദേവിയും അടുത്തടുത്ത് നിന്നപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം. കാരണം എന്താ? അദ്ദേഹം ശിവനെ മാത്രം പ്രദക്ഷിണം ചെയ്യുന്ന ആളാണ്. എനിക്ക് ദേവി വേണ്ട. കാരണം ദേവി ഇഷ്ടമല്ലഞ്ഞിട്ടല്ല, ഇദ്ദേഹത്തിന് ഒരു ബന്ധം. ചിലരുണ്ടല്ലോ ഭയങ്കര പൊസസീവ് ആണ്. എന്റെ ശിവൻ, അപ്പൊ ഞാൻ ശിവനെ മാത്രമേ പൂജിക്കുള്ളൂ, ശിവൻ എന്നെ രക്ഷിക്കട്ടെ, ദേവിക്ക് ദേഷ്യം വന്നാൽ എനിക്ക് ശിവനില്ലേ എന്നുള്ള ഒരു ഭാവം. അപ്പൊ രണ്ടുപേരും കൈലാസത്തിൽ ചേർന്നിരിക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹം എന്താ ചെയ്തത്? ഇവരുടെ ഇടയിൽ കൂടെ കയറിയിട്ട് ശിവനെ മാത്രം പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സെന്താണെന്ന് നമുക്ക് ചിന്തിക്കാം അല്ലെ? ശിവശക്തി എന്നുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ഇത് അദ്ദേഹത്തിന് ഇല്ല. അപ്പൊ ദേവിക്ക് ചിരി വന്നു. ദേവി ചിരിക്കുകയാണ്. കാരണം എന്താ? ഇദ്ദേഹം ഇത്രയും എന്താ പറയാ ഒരു മുനിയായിട്ട് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അമ്മ എന്ത് ചെയ്തു? കളിയാക്കി ചിരിച്ചു. അത് മുഖത്ത് കാണിക്കാതെ ദേവി എന്ത് ചെയ്തു? കൂടുതൽ ശിവനുമായിട്ട് ചേർന്ന് നിന്നു. കാരണം ഈ ഭൃങ്കിക്ക് ദേഷ്യം വരട്ടെ എന്ന് വെച്ചിട്ട് തന്നെ കുറച്ചുകൂടെ ശിവനുമായിട്ട് ചേർന്ന് നിന്നപ്പോ ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ദേഷ്യം വന്നു. അയാൾ ഭൃങ്കി മഹർഷി എന്ത് ചെയ്യും അല്ലെ? ആലോചിച്ചിട്ട് ഒരു വഴി കണ്ടുപിടിച്ചു. എന്താണ്? കാരണം തന്റെ ശരീരം കൊണ്ട് ഇത് ഇവരുടെ ഇടയിൽ നമുക്കിപ്പോ ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ മാറ്റിയിട്ട് പോകാൻ പറ്റില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു വണ്ടായിട്ട് മാറി തന്റെ തപശക്തി കൊണ്ട്. ആ വണ്ട് എന്ത് ചെയ്തു? ഇവരുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ കടന്നു പോയിട്ട് ശിവനെ മാത്രം പ്രദക്ഷിണം വെച്ചു. വണ്ട് രൂപം എടുത്തത് കൊണ്ടാണ് ഭൃങ്കി എന്ന് പറയുന്ന മുനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയത് അല്ലെ? ഭൃംഗമായി തീർന്നു. ഭൃംഗം എന്ന് പറഞ്ഞാൽ വണ്ട്. അപ്പൊ ദേവിക്ക് വിഷമം തോന്നി. കാരണം എന്താണ് ഇദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്? അമ്മയുടെ വിഷമം എന്താ? ആ അമ്മ ചെറിയ ഒരു വിഷമം ഭൃങ്കിക്ക് എന്താ ഈ ശാപമായിട്ട് തീർന്നു. അദ്ദേഹത്തിന്റെ ജീവശക്തി അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം നടക്കാൻ പോലും കഴിവില്ലാതെ എന്ത് ചെയ്തു? എന്താ പറയാ ആ ശക്തി നശിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞൊക്കെയാ പോവേണ്ടി വരിക അല്ലെ? അപ്പം ആ ഒരു
എന്താ പറയാ ആ ഒരു വടിയുടെ ഒരു ഊന്നുപടി, അദ്ദേഹത്തിന് നല്ലപോലെ നടന്ന ആള് അവസാനം നടക്കാൻ ശക്തിയില്ലാതെ ഒരു ഊന്നുപടി അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് ഒരു കമ്പ് മുറിച്ചിട്ട് അതിൽ താങ്ങ് കൊടുത്ത് നിൽക്കുകയാണ്. കാരണം ആ കമ്പിൽ ഊന്നി നിൽക്കുക, കാരണം സ്വയം നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൂന്നാമത്തെ കാലായിട്ട് ഒരു വടിയെ താങ്ങിയാണ് ഭൃങ്കി നടക്കുന്നത്. ഭൃങ്കിയുടെ പ്രതിഷ്ഠ കാണാം നമുക്ക് നോർത്തിനല്ല, അല്ല നമ്മുടെ തമിഴ്നാട്ടില് 3 കാലുകൾ കാണാം ഭൃങ്കിക്ക്. എന്താ കാരണം? അപ്പം ദേവിയോട് മത്സരിക്കുക, ദേവി വേണ്ട, എനിക്ക് ശിവൻ മാത്രം മതി. അപ്പൊ ശക്തിയാണ് നമ്മൾ നേരെ നിൽക്കാൻ, നമ്മുടെ 2 കാലില് ഭൂമിയിൽ നിൽക്കാൻ കാരണം എന്താ? നമുക്ക് ശക്തി ഉള്ളത് കൊണ്ടാണ് അല്ലേ? അപ്പോ ആ ശക്തിയെ മറന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ശിവനിൽ എത്താൻ പറ്റില്ല. ശിവനെയും ദേവി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദേവി ശിവനോട് എന്താ പറയാ, തനിക്ക് വേണ്ടി എന്താ പറയാ ഒരു എന്താ തനിക്ക് വണ്ടിനെ പോലും കയറ്റാൻ പറ്റാത്ത ഒരു അനുഗ്രഹം തരണം. കാരണം ഇപ്പൊ ഈ പറഞ്ഞ ഭൃങ്കി മഹർഷി നമ്മളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുകൊണ്ടല്ലേ ഭഗവാനെ നമുക്ക് ഇങ്ങനെ വന്നത്. എന്തിനാ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു വണ്ടിന് പോകാൻ പോലും സ്ഥലം നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്, എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം തരണമെന്ന് പറയാണ് ശിവനോട്. കാരണം ഒരു വണ്ട് പോലും കയറിപ്പോകാനുള്ള ഇട നമ്മൾ തമ്മിൽ ഉണ്ടാവരുത്, നമ്മൾ രണ്ടുപേരും ഒന്നാണ്, ഈ ലോകം അത് അറിയണം. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ എനിക്കൊരു അനുഗ്രഹം തരണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഭൂമിയിൽ പോയിട്ട് നീ തപസ് ചെയ്യണം, കാരണം ഒടുവിൽ സമയമാകുമ്പോൾ ഞാൻ അവിടെ എത്താം, ഉറപ്പായിട്ടും വരാം. അങ്ങനെ ഭൂമിയില് കാഞ്ചീപുരത്ത് മാവിൻ ചോട്ടില് അല്ലെ, ഏകാംബരേശ്വരൻ എന്ന് പറയുന്ന കാഞ്ചീപുരത്തെ ആ ഒരു നദിക്കരയില് ഒരു ഒറ്റയായിട്ട് നിൽക്കുന്ന മാവിന്റെ ചുവട്ടില് ഇതേപോലെ പാർത്ഥിവ ലിംഗത്തെ പ്രതിഷ്ഠിച്ച് ദേവി തപസ് ചെയ്യാണ് അല്ലെ. ആ തിരുവണ്ണാമലയിലെത്തി വീണ്ടും തപസ് തുടങ്ങി. അപ്പോ തിരുവണ്ണാമലയുടെ അടിഭാഗത്ത് ദേവി തപസ് ചെയ്യുമ്പോ വരാം എന്നൊരു വാക്കാണ് മഹാദേവൻ കൊടുത്തിരുന്നത്. കാരണം കാർത്തിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തില് ഞാൻ വരും, നീ തപസ് ചെയ്യും, ഞാന് എന്റെ അർത്ഥഭാഗം, അതായത് തന്റെ പ്രിയതമനോട് തന്റെ ചേർന്നിരുന്ന് അല്ലെ, എന്റെ പകുതി ഭാഗം ഞാൻ നിനക്കായിട്ട് തരാം, നീ വിഷമിക്കണ്ട, ഇനി ആർക്കും നമ്മളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അർത്ഥനാരീശ്വരനാക്കി തീർക്കാമെന്ന് ഭഗവാൻ വാക്ക് കൊടുത്തു. തന്റെ പ്രിയതമേ നാട്ടിലോട്ട്, അതായത് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അർത്ഥനാരീശ്വരൻ എന്ന് വരുന്ന രൂപത്തിന്റെ ആവിർഭാവം അങ്ങനെയാണ്. നമുക്ക് നോക്കാം നാളെ തിരുവണ്ണാമലയിലെ കാർത്തിക മഹോത്സവം എന്താണ് അല്ലെ. തിരുവണ്ണാമലയിലെ ഏറ്റവും ഉയർന്ന ശ്രീചക്രമാണ് തിരുവണ്ണാമല എന്ന് പറയുന്നത്. ദേവി അവിടെ എന്താ പറയാ അപീത കുജാംബിക എന്നുള്ളതില് എന്ന പേരിൽ ദേവി അവിടെയുണ്ട്. സാക്ഷാൽ തിരുവണ്ണാമലയിൽ ഇരിക്കുന്ന ആ സാക്ഷാൽ ആ പരമശിവൻ, അദ്ദേഹവും ദേവിയും ചേർന്ന് അർദ്ധനാരീശ്വരനായി തീർന്ന ഒരു വളരെ മനോഹരമായിരിക്കുന്ന ആ ദിവസം, അതാണ് കാർത്തിക എന്ന് പറയുന്നത്. ഇന്നും കാർത്തിക ദീപം അവിടെ വളരെ പ്രസിദ്ധമാണല്ലേ. ആ ഒരു എന്താ പറയാ ബംഗാരു കാമാക്ഷിയായിട്ടും എന്താ പറയാ ആ ഒരു ഏകാംബരേശ്വരന്റെ അവിടെ ഇരുന്നിട്ട് കാമാക്ഷി രൂപത്തിലും ബംഗാരു കാമാക്ഷിയായിട്ടും തപസ് ചെയ്തു. പിന്നെയാണ് തിരുവണ്ണാമലയിൽ വന്നത്. തിരുവണ്ണാമലയില് കാർത്തിക മാസത്തിലെ കാർത്തിക ദിവസം ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക എന്നുള്ള അതേ ഭാവത്തില് രണ്ടുപേരും അർദ്ധനാരീശ്വര രൂപത്തില് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് ആ കാർത്തിക മാസത്തിലെ കാർത്തിക ദീപത്തിന്റെ പ്രാധാന്യം. ആ ദീപം, ആ ശിവജ്യോതി ഉള്ളിലും പുറത്തും നമുക്ക് ജ്യോതിയായിട്ട് തീരട്ടെ അല്ലെ. അന്തർജ്യോതി ബഹിർജ്യോതി പ്രത്യക് ജ്യോതി പരാപര. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജ്യോതികളുടെയും ഉത്ഭവസ്ഥാനമായിരിക്കുന്ന, ജ്യോതികൾക്കും ജ്യോതിയായിരിക്കുന്ന, മനസ്സും വാക്കും പ്രവേശനമില്ലാത്ത ആ മഹാജ്യോതിയായിരിക്കുന്ന ശിവപരമ്പൊരുള് ദേവിയുമായിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് അർദ്ധനാരീശ്വര സങ്കല്പത്തില് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ് കാർത്തിക എന്ന് പറയുന്ന തൃക്കാർത്തിക. അത് വെളിയിൽ വിളക്ക് വയ്ക്കുന്ന ദിവസം അല്ല, അത് നമ്മുടെ വീടുകളിൽ വെളിയിലൊക്കെ വിളക്ക് വെക്കുമില്ലേ, കാർത്തിക ദിവസം നമ്മൾ പറയും വിളക്ക് വെച്ചു എന്തൊക്കെയോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. അല്ല, അന്തർജ്യോതിയും ബഹിർജ്യോതിയും ഒന്നായ ദിവസം, ആ യോഗം ശിവശക്തി ഐക്യം വന്ന ദിവസമാണ് നമ്മുടെ ഉള്ളിലും നമ്മുടെ മൂലാധാരത്തിൽ ഇരിക്കുന്ന ദേവി ഭഗവാനുമായിട്ട് ചേർന്ന് ഒരു ജ്യോതി ഏകമായിരിക്കുന്ന പരമസത്യത്തില് ലയിച്ച ദിവസമാണ് കാർത്തിക. നമുക്ക് അതിന്റെ കഥ നാളെ നോക്കാം. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.